മുസ്ലിം ഏകീകരണത്തിൻ്റെ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാം. അവരുടെ മതമൗലികതാവാദത്തോടൊപ്പം ലീഗ് ഒത്തുചേർന്നത് തീവ്ര വർഗീയവൽക്കരണം പ്രാവർത്തികമാക്കാനാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതനിരപേക്ഷ പാർട്ടി അത് അംഗീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി BJPക്ക് കൂടുതൽ വഴിയൊരുക്കാൻ വേണ്ടിയുള്ള ദാസ്യവേല ചെയ്യുന്ന പാർട്ടിയായിട്ട് മാറി. ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തി എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതിനെന്താ ചെയ്യുന്നത്? ന്യൂനപക്ഷങ്ങളാണ് വർഗീയം ഉണ്ടാക്കുന്നതെന്ന് വരുത്തി തീർത്ത് അവരുടെ വളരെ കുടിലമായ ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. BJPക്ക് സഹായകരമായ ഒരു പശ്ചാത്തലം രാജ്യത്തുണ്ടാക്കുക. കാരണം കോൺഗ്രസിനെ ഒരു ഭാഗത്ത് വിമർശിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ വിമർശിച്ചുകൊണ്ട് ആ വഴിയിലൂടെ BJPക്ക് മുതലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന് നേതാക്കന്മാരും. അതിൻ്റെ പ്രതിഫലനമാണിത്. 1000 വാർഡ് റാൻഡമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 100ഓളം വാർഡുകളിൽ വളരെ വ്യക്തമായിട്ട് CPMൻ്റെ വോട്ട് BJPക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. BJPയെ കൂട്ടുപിടിക്കേണ്ടടുത്ത് BJPയെ കൂട്ടുപിടിച്ചു, RSS നോട്ട് കൊടുത്തു. മറുവശത്ത് SDPയെ കൂട്ടുപിടിക്കേണ്ടടുത്ത് SDPയെ കൂട്ടുപിടിച്ചു. എന്നിട്ട് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും വെൽഫെയർ പാർട്ടി അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ ഇവരാണ് UDFനെ നയിക്കുന്നത് എന്നായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. UDFനെ നയിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നും കോടിയേരി അന്ന് ആരോപിച്ചു. സമാനമായ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലും കുറിച്ചു. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ ഇക്കാര്യം തന്നെ കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ ആരോപിക്കുന്നു. മുന്നാക്ക സംവരണത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും ആരോപിക്കുന്നു വിജയരാഘവൻ. അസംബ്ലി തെരഞ്ഞെടുപ്പിലും CPMൻ്റെ കാർഡ് മുസ്ലിം ലീഗ് തന്നെയോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികളായി ഡോക്ടർ ഷിജു ഖാൻ CPM വക്താവ്, മാത്യു കോൾനാടൻ KPC ജനറൽ സെക്രട്ടറി, N. ഷംസുദ്ദീൻ MLA മുസ്ലിം ലീഗ് നേതാവ്, KA ഷഫീഖ് വെൽഫെയർ പാർട്ടി നേതാവ് എന്നിവർ. ആദ്യം ഷംസുദ്ദീനിലേക്ക്. ഷംസുദ്ദീൻ, CPMന് പഞ്ചായത്ത് ഫലം വിശകലനം ചെയ്ത ശേഷം കിട്ടിയ ഒരു വിശകലനമാണ് അല്പം മുമ്പ് കേട്ടത്. A. വിജയരാഘവൻ പറഞ്ഞത് മുസ്ലിം ലീഗ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു, മുസ്ലിം ഏകോപനത്തിന് ശ്രമിച്ചു, സംവരണ വിഷയത്തിൽ ഒരു നിലപാട് ലീഗ് സ്വീകരിച്ചത് ഈ അർത്ഥത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വച്ചാണ് എന്നാണ്. CPM ലീഗിനെതിരെ ആക്രമണം തുടരുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും. കേൾക്കുന്നില്ല ഷംസുദ്ദീൻ, ഇപ്പോൾ പറയണതൊന്നും കേൾക്കുന്നില്ല. ഷംസുദ്ദീൻ, A. വിജയരാഘവന്റെ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടു കാണും. ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ. A. വിജയരാഘവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ ചെയ്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം താങ്കൾ കേട്ട് കാണും. മുസ്ലിം ലീഗ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു, മുസ്ലിം ഏകീകരണത്തിന് ശ്രമിച്ചു, സംവരണ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തിയത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണ് എന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും CPMൻ്റെ നിലപാട് ഇതായിരുന്നു. അതിനുശേഷം കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ നിങ്ങളെ ആക്രമിക്കുകയാണ് CPM. അല്ല, CPMന് അറിയാത്ത കാര്യമല്ലല്ലോ. മുസ്ലിം ലീഗ് പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി. ഇവിടെ ആദ്യത്തെ കേരള നിയമസഭ തൊട്ട് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ വിജയരാഘവൻ്റെ പാർട്ടി വരെ ഒരു ഘട്ടത്തിൽ ലീഗുമായി അധികാരം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴും ലീഗ് വിവിധ മന്ത്രിസഭകളിൽ പങ്കാളികളായി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒക്കെ ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗിനെ ഇവർക്ക് അറിയാത്തതല്ല. ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മലപ്പുറത്തുള്ള വിജയരാഘവന് പ്രത്യേകിച്ച് അറിയാത്തതല്ല. അപ്പോൾ കോടിയേരിയും അതുപോലെ തന്നെ പിണറായിയും വിജയരാഘവനും എല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൽ അവർക്ക് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് UDF അപ്രസക്തമാണ് എന്ന് പറയുക, എന്നിട്ട് ആ സ്ഥാനത്ത് BJP വരണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്.
അതിൽ അവർക്ക് താൽക്കാലികമായൊരു രാഷ്ട്രീയ ലാഭവുമുണ്ട്. ഈ കേരളത്തിൽ BJP മുഖ്യ പ്രതിപക്ഷമായി മാറുക BJPക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ BJPയും CPM-ഉം തമ്മിൽ ഇതിലൊരു അന്തർധാരയുണ്ട്. അല്ല, അങ്ങനെ BJP മുഖ്യ പ്രതിപക്ഷമാക്കി അങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുന്നു. നോക്കൂ ഷംസുദ്ദീൻ, ഒരു നിമിഷം. അല്ല, ആ ആക്ഷേപത്തിന് CPM സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുന്നത് മറ്റൊരു വാക്കിലൂടെയാണ്. നോക്കൂ, BJPക്ക് ഇവിടെ വോട്ട് വർദ്ധിച്ചിട്ടില്ല, BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അവർ ഇത് വസ്തുത അതാണ്. ഞാനതിൻ്റെ കണക്കിലേക്ക് വരാം. വസ്തുത അതാണ്. BJPക്ക് ആകെ 1400 മെമ്പർമാരാണുള്ളത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറെ BJP നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുന്നത്. എന്നാൽ സത്യം എന്താണ്? ഇവിടെ 9000-ഓളം മെമ്പർമാരാണ് LDF-ന് മൊത്തത്തിലുള്ളത്. CPM-ന് 8000 ചില്ലാനം, CPI-ക്ക് 1000 ചില്ലാനം, അവരുടെ ചെറിയ കക്ഷികളെയൊക്കെ കൂടി കൂട്ടിയാൽ 9000 ചില്ലാനം. ഞങ്ങൾക്കോ 5500 മെമ്പർമാർ കോൺഗ്രസിനുണ്ട്, 2100 മെമ്പർമാർ ലീഗിനുണ്ട്. ഞങ്ങളുടെ ചെറുകക്ഷികളെല്ലാം കൂടി കൂട്ടിയാൽ 7500-ൽ പരം മെമ്പർമാർ ഞങ്ങൾക്കുണ്ട്, 8000-ൽ തൊട്ട് താഴെയായിട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ 1000 ചില്ലാനം മെമ്പർമാരുടെ വ്യത്യാസമാണ് ഈ മഹാവിജയമുണ്ടാക്കിയ LDF-ഉം UDF-ഉം തമ്മിൽ ഉള്ളത്. വോട്ട് വ്യത്യാസമാകട്ടെ കേവലം 4%, 37%, 42%. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തമ്മിലുള്ള ഈ കണക്ക് മുമ്പും UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും പറഞ്ഞതാണ്. ശംസുദ്ദീൻ, എന്റെ ചോദ്യം ഇതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വോട്ടിനാണെങ്കിലും ജയിക്കുക എന്നുള്ളതാണല്ലോ, ഒരു വോട്ടിന് സീറ്റ് കിട്ടുക എന്നുള്ളതാണല്ലോ, ഒരു വോട്ടിന് ഭരണം ലഭിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വിജയം അവർക്കാണ് എന്നിരിക്കെ ആ ഓരോ വോട്ട് സമാഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് നന്നായി അറിയാം. അവർ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയകരമായി പരീക്ഷിക്കുന്നു, അത് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും പോകുന്നു. ഇത് നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തോൽവി വരുന്നത്? അല്ല, ഞാൻ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് ഒരു പാറ്റേൺ ആണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത് വ്യത്യസ്തമായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഞങ്ങൾ 124 അസംബ്ലി മണ്ഡലത്തിൽ അന്ന് മുന്നിലല്ലേ. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുമെന്ന് ഇടതുപക്ഷക്കാർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി, അവരങ്ങനെ കരുതിയിരുന്നോട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് മാറും. പക്ഷേ ഈ CPM-കാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അതിനാണ്. UDF-നെ ഒരു മുസ്ലിം മുന്നണിയാക്കി മാറ്റാനുള്ള ശ്രമം. ലീഗിനെക്കുറിച്ച് ഈ പറയുന്നതിലൊക്കെ കേരള ജനതയ്ക്ക് അറിയാമല്ലോ. ലീഗ് ഇന്നലെ പൊട്ടിമുളച്ചൊരു സാധനമൊന്നുമല്ലല്ലോ. ലീഗ് കേരളത്തിൽ വഹിക്കാത്ത ചുമതലകളില്ലല്ലോ. ചെറിയൊരു കാലയളവാണെങ്കിലും ലീഗിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയത് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാവരും കൂടിയല്ല. ലീഗിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകാൻ കൊള്ളാവുന്ന നേതാവ് എന്നുള്ള നിലക്ക് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ പിന്നിൽ നടന്ന ചർച്ചയിൽ ഒരു പുരോഹിതനാണ്, ഒരു ക്രിസ്തീയ പുരോഹിതനാണ് CH-നെ മുഖ്യമന്ത്രിയാക്കി ഒരു രാഷ്ട്രീയ പരീക്ഷണമായിക്കൂടെ എന്ന് ചോദ്യം വന്നത്. പഴയ ലീഗിനെയല്ല CPM ആക്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുണ്ടാക്കിയ വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ആ ലീഗ് ശ്രമിച്ചത് മുസ്ലിം ഏകീകരണത്തിനാണ്. പക്ഷേ മുസ്ലിം സമുദായം തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ് A. വിജയരാഘവൻ പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വെൽഫെയർ പാർട്ടിയുമായും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഇടതുപക്ഷം സഖ്യമാകുമ്പോൾ അതിനൊരു കുഴപ്പമില്ല. ഇടതുപക്ഷം എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമായിട്ടുണ്ട്, ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ട് പഞ്ചായത്തുകൾ വരെ. അതിൻ്റെയൊക്കെ കണക്ക് കഴിഞ്ഞ കാല ചർച്ചകളിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. UDF താഴെ തട്ടിൽ പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ നീക്കുപോക്കും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അപകടകാരികളായിട്ടുള്ള NDF-ഉമായും SDPI-യുമായും പരസ്യമായ സഖ്യമുണ്ടാക്കിയത് CPM അല്ലേ? BJP-യുമായിട്ട് പോലും ധാരണ ഉണ്ടാക്കിയില്ലേ? ഒരു കത്ത് ഇന്ന് പുറത്തു വന്നിട്ടില്ലേ? നിങ്ങളുടെ കൂടെയുള്ള കേരള കോൺഗ്രസ് BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് കൊടുത്ത കത്ത് പുറത്തു വന്നില്ലേ? ഇപ്പോൾ നിങ്ങളെന്താ ഈ പറയുന്നത്? ഇപ്പോൾ KSRTC-യിലുള്ള റഫറണ്ടത്തിൽ പോലും CIT സൂക്ഷിച്ചപ്പോൾ ഇവിടെ ശക്തിപ്പെട്ടത് BMS ആണ്. അവിടെ UDF-ൻ്റെ സംഘടനകൾക്കൊന്നും വലിയ കുഴപ്പം പറ്റിയില്ല. അപ്പോൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് CPM വലിയ ആത്മഹത്യാപരമായ ഒരു നിലപാട് കൂടിയാണ് സ്വീകരിക്കുന്നത്. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങളെ തകർത്ത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് BJP-യെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചു കാലം അധികാര തുടർച്ചയൊക്കെ ഉണ്ടാകാം.
അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, നടന്നാൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളിൽ നിന്ന് 10 ആൾ BJP-യിലേക്ക് പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ പേര് നിങ്ങളിൽ നിന്ന് പോകും. കാരണം നിങ്ങൾ നടത്തുന്ന പ്രചരണം അതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ അതിലേക്ക് വിശദമായി വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഡോക്ടർ ഷിജു ഖാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണോ പറഞ്ഞിരുന്നത് അതേ കാര്യം തന്നെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പഞ്ചായത്ത് ഫലം വിശകലനം ചെയ്ത അതേ കാര്യം കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ ആരോപിക്കുന്നു. ഏറ്റവും ഒരു പുതിയ ആരോപണമായി എനിക്ക് തോന്നിയത് സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്തൊരു നിലപാട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയായിരുന്നു. അതുപോലെ മുസ്ലിം ഏകോപനത്തിന് മുസ്ലിം ലീഗ് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയത് തുടങ്ങിയ കുറെ കൂടി കടന്നാക്രമിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനം നടത്തിയത്. അതായത് കേവലം 3 മാസം പോലും ഇല്ലാത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന്റെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട ഇത് തന്നെയായിരിക്കുമെന്നാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മറ്റ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലൊക്കെ മികച്ച വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലീഗിൻ്റെ പ്രതിനിധി ശ്രീ ഷംസുദ്ദീൻ്റെ വാർഡും അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തും തന്നെ ചരിത്രത്തിലെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം തിരിച്ചുപിടിച്ച ഒരു സന്ദർഭം കൂടിയാണ്. ഞാൻ സന്ദർഭശാൽ അത് ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം എന്താണ്? മുസ്ലിം ലീഗും UDF-ഉം ഇപ്പോൾ സ്വീകരിക്കുന്ന വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയാണ് ഇവിടെ തുറന്നു കാട്ടേണ്ടി വരുന്നത്. മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ചേരുകയും ഈ തെരഞ്ഞെടുപ്പിലുടനീളം ആ ബന്ധം മറനീക്കി പുറത്തു വരികയും ചെയ്ത ഒരു സാഹചര്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ AICC-യുടെയും KPCC-യുടെയും നയമല്ല ഇത് എന്ന് അതിൻ്റെ നേതാക്കന്മാർ തന്നെ വിശദീകരിക്കുന്ന അവസ്ഥ വന്നു. എന്നാൽ ചില നേതാക്കന്മാർ, അതുപോലെ മുസ്ലിം ലീഗ് പൂർണ്ണമായും ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിന് വളരെ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വെൽഫെയർ പാർട്ടിയെ മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഒരു മതരാഷ്ട്ര സംസ്ഥാപനമാണ്. വളരെ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിൽ ഒരു മതരാഷ്ട്ര സംസ്ഥാപനം എന്ന നിലപാട് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ മുസ്ലിം ജനസാമാന്യത്തിനകത്ത് നിന്ന് തന്നെ ശക്തമായി ഈ ആശയത്തിനെതിരായ വികാരം ഉയർന്നു വരികയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, എന്നിട്ടും UDF രാഷ്ട്രീയം ഈ വെൽഫെയർ പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് അവിശുദ്ധ ബന്ധമുണ്ടാക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം സംവരണം ലഭിക്കാത്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, അതിലെ വളരെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണം അനുവദിക്കപ്പെട്ടൊരു സാഹചര്യം വന്നു. അത് കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ട ഒരു സാഹചര്യം വന്നു. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലൂടെ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് എടുത്ത സമീപനം എന്താ? അത് മതസംഘടനകളുമായി കൈകോർത്തുകൊണ്ട് വളരെ സങ്കുചിതമായ ഒരു മതധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അവർ പരിശ്രമിക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് UDF BJP-യുമായി സന്ധി ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പലയിടങ്ങളിലും ഏറ്റവും പുതുമയുള്ള ഒരു കാര്യം അതാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. വേട്ടയാടിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ മുന്നാക്ക സംവരണം നടപ്പാക്കിയ രീതി ശരിയായില്ല. മുന്നാക്ക സംവരണം നടപ്പാക്കിയ രീതി ശരിയായില്ല എന്ന് മുസ്ലിം ലീഗ് നിലപാടെടുത്തു. ആ നിലപാടിലേക്ക് മുസ്ലിം മതസംഘടനകളെ, മറ്റ് പിന്നോക്ക സംഘടനകളെയൊക്കെ ചേർത്ത് നിർത്താൻ അവർ ശ്രമിച്ചു. അതെങ്ങനെയാണ് ധ്രുവീകരണത്തിനിടയാക്കുക? കാരണം ആ നടപ്പാക്കിയതിലെ ശരിയില്ലായ്മകൾ സർക്കാർ തന്നെ തിരുത്തിയതാണല്ലോ. അജിംസ് അതിനെ അത്ര ലഘൂകരിക്കേണ്ട. യഥാർത്ഥത്തിൽ ഈ സംവരണം ലഭിക്കാത്ത വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർ, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. CPIM 1990-ൽ തന്നെ ഈ കാര്യത്തിൽ പരസ്യ നിലപാട് പ്രഖ്യാപിച്ചവരാണ്. ഇവിടെ സംഭവിച്ചത്, രാജ്യത്ത് പല നടപ്പാക്കപ്പെടുമ്പോൾ, ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കപ്പെടുമ്പോൾ
കേരളത്തിലും യഥാർത്ഥത്തിൽ UDFന്റെ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ തന്നെ അവർ ഇക്കാര്യത്തിൽ ഇപ്പോൾ ലീഗിന് കീഴ്പ്പെട്ട് മൗനം അവലംബിക്കുമ്പോഴും അവരുടെ നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. ഈ സംവരണത്തിലെ പാവപ്പെട്ട മുന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സംവരണം ലഭിക്കാത്ത വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ദരിദ്രരായവർക്ക്, സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നവർക്ക് സംവരണം അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരെ, അല്ലാതെ അത് നടപ്പിലാക്കിയതിലെ പിന്നെ സങ്കീർണതകളല്ല ജിംസെ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളതിനെ ലഘൂകരിക്കരുത്. ആ ആശയത്തിന് തന്നെ എതിരായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് മതധ്രുവീകരണത്തിന് വേണ്ടിയാണ്. കേരളീയ സമൂഹം അതിനെതിരെ ശബ്ദിച്ചു. താങ്കൾ പറഞ്ഞ 90കളിൽ തന്നെ CPM ഈ ആവശ്യം മുന്നോട്ട് വച്ചതാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതുണ്ട്. BJP സർക്കാർ, കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കിയത്. ഓക്കെ, നിലവിൽ നിലനിൽക്കുന്ന സാമുദായിക സംവരണമല്ല വേണ്ടത്, സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്ന് CPM മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ EWS നടപ്പാക്കുന്നതിലൂടെ, അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം നടപ്പാക്കുന്നതിലൂടെ നിലവിലെ സംവരണ പ്രക്രിയ അട്ടിമറിക്കുകയാണ് എന്നൊരാൾ അല്ലെങ്കിൽ ഒരു സംഘടന നിലപാടെടുത്താൽ അത് വർഗീയ ധ്രുവീകരണമാകുമോ? അജിംസെ, അതെങ്ങനെ നിലവിലുള്ള സംവരണത്തെ അട്ടിമറിക്കും? നിലവിലുള്ള സംവരണം 50% പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുമുള്ള സംവരണത്തിൽ തൊടുന്നില്ല, ഒരു പോറലും ഏൽപ്പിക്കുന്നില്ല. അത് എത്രയോ നാളുകളായി ഞങ്ങൾ വിശദീകരിക്കുന്നു. 10% സംവരണം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ 91 തന്നെ ഇത് പ്രഖ്യാപിച്ച് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴാണ് OBC സംവരണം 27% സുപ്രീം കോടതി ശരിവെക്കുകയും 10% സംവരണം ഇല്ലാത്ത വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% എന്ന് പറയുന്ന അന്ന് സുപ്രീം കോടതി അതിനെ അംഗീകരിച്ചില്ല. അതാണിപ്പോൾ നടപ്പിലാക്കപ്പെട്ടത്. അതിലെ നടപ്പിലാക്കിയതിന്റെ പ്രശ്നങ്ങളല്ല ലീഗ് ചൂണ്ടിക്കാണിച്ചത്, ഈ ആശയത്തെ തന്നെ ലീഗ് ചോദ്യം ചെയ്തു. സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചില്ല എന്ന് ഷിജു ഖാനാണ് പറയുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, സുപ്രീം കോടതി അത് അംഗീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനമെടുത്തതിലൂടെ സുപ്രീം കോടതി വർഗീയ ധ്രുവീകരണത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണോ ആരോപിക്കുന്നത്? അജിംസെ, ചർച്ചയെ അങ്ങ് വഴിതിരിച്ചു വിടണ്ട. രണ്ട് പ്രശ്നങ്ങളിലും ഒന്ന്, വെൽഫെയർ പാർട്ടി പോലെ തീവ്രമായ മതരാഷ്ട്രീയത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനെ കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടായി മുസ്ലിം ലീഗ് അത് പ്രഖ്യാപിച്ച് കേരളത്തിൽ നടപ്പിൽ വരുത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട് എന്താണ്? അദ്ദേഹം ഇത് തള്ളിപ്പറഞ്ഞല്ലോ. എന്നിട്ടും കോൺഗ്രസിനെയും UDFനെയും മുൾമുനയിൽ നിർത്തി ലീഗാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗൗരവപ്പെട്ട പ്രശ്നമാണ്. 2, പൊതുവിൽ അംഗീകരിക്കപ്പെട്ട സംവരണ ഇതര വിഭാഗങ്ങളിലെ മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ അവരെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അതിനെയും ധ്രുവീകരണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. അജിംസെ, അത് വളരെ കൃത്യമായി സമൂഹത്തെ വിഭജിക്കുന്നതിന്റെ ഭിന്നതയുടെ രാഷ്ട്രീയമാണ് അവർ നടപ്പാക്കിയത്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. 3, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തീവ്രമായ ഒരു മതവൽക്കരണത്തിൻ്റെതായ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളുമായി, SDPI പോലുള്ള പ്രസ്ഥാനങ്ങളുമായി അടുക്കുന്നു. ഇപ്പുറത്ത് UDF RSSനും BJPക്കും വേണ്ടി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും അതിൻ്റെ ഉദാഹരണമാണ്. UDFന്റെ നില എങ്ങോട്ട് പോയി? കോൺഗ്രസിന്റെ കക്ഷി നില എങ്ങോട്ട് പോയി? യഥാർത്ഥത്തിൽ കോൺഗ്രസും UDFും ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ഇപ്പുറത്ത് ന്യൂനപക്ഷ വർഗീയതയെയും ചേർത്ത് പിടിക്കുന്നു. ഇതിന് രണ്ടിനും ഞങ്ങൾ എതിരാണ്. ഞങ്ങളുടെ നിലപാട് പരസ്യമായി തന്നെ നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ UDF ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്, അതിനെതിരെ മതേതര ശക്തികളുടെ ഐക്യമുണ്ടാക്കുമെന്നാണ്. അതിനർത്ഥം എന്താണ്? നിലവിൽ CPMന്റെ മുഖ്യ ശത്രു മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF ആണ്, BJP അത്ര വലിയ ശത്രുവായി കണക്കാക്കേണ്ടതില്ല എന്നാണോ? അജിംസെ, BJPക്കെതിരായി ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും പടപൊരുതിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഈ രാജ്യത്ത് തന്നെ അതിശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഈ കേരളത്തിൽ BJPയുടെ ഫാസിസ്റ്റ് നിലപാടുകൾ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ അതിനെതിരായി മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും പിന്നോക്ക ജനവിഭാഗങ്ങളും ഭൂരിപക്ഷ വിഭാഗങ്ങളും എല്ലാം ചേരുന്ന ഒരു ഐക്യനിര. ഡോക്ടർ ഷിജു ഖാൻ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തൊട്ടുപിറകിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്തുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ നിങ്ങളുടെ മുഖ്യ ശത്രു മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF ആണ്.
അല്ല, അങ്ങയുടെ ചോദ്യം വ്യക്തമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നിലപാട്. ഭൂരിപക്ഷ വർഗീയത, BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇടതുപക്ഷം നിലപാട് സ്വീകരിക്കുന്നു. അതോടൊപ്പം ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു. എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒരുമിക്കൂ അവരെ നേരിടാൻ. ഇതല്ലേ ഈ പറഞ്ഞതിന്റെ പച്ചമലയാളം? അല്ല, അതെങ്ങനെ അജിംസെ? ഞങ്ങൾ പറഞ്ഞല്ലോ BJPയുടെ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയത്തിന് ഞങ്ങൾ എതിരാണ്. എന്താ സംശയം? നോക്കൂ, ഒരു സംശയവുമില്ല, അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല ഷിജു ഖാൻ. ഇന്ന് BJPയെ പറ്റി വിജയരാഘവൻ പരാമർശം ഇത്ര മാത്രമാണ്: അവരുടെ വോട്ട് കൂടിയിട്ടില്ല, അവരുടെ ശക്തി കുറഞ്ഞു എന്നാണ്. അപ്പോൾ ശക്തി കൂടി വരുന്നത് ലീഗ് നേതൃത്വം നൽകുന്ന UDF ആണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൂട്ടുപിടിച്ച് ലീഗിന്റെ നേതൃത്വത്തിൽ UDF വരുന്നു. എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് നിന്ന് അവരെ ചെറുക്കണം. ഇതല്ലേ പറഞ്ഞതിന്റെ പച്ചമലയാളം? അല്ല, കേരളത്തിൽ BJP വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് പല ഘട്ടങ്ങളിലും ശ്രമിക്കുകയുണ്ടായി. UDF തന്നെ പലപ്പോഴും അതിനെ കൈയച്ച് സഹായം ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ആ UDF നട്ടാൽ കുരിക്കാത്ത നുണകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചു. ഒരു ഭാഗത്ത് BJPയെയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെയും അവർ ചേർത്ത് പിടിച്ചു. എന്നിട്ടും ജനങ്ങൾ ആ കൂട്ടായ അവരുടെ മഴവിൽ സഖ്യത്തെ വലിച്ചെറിഞ്ഞു, ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നു. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് വേര് പിടിക്കാതെ പോയി. കേരളത്തിൽ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ തിരസ്കരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിശാസൂചനയാണ്. രണ്ടാമത്തെ കാര്യം, UDF സ്വീകരിച്ച അപകടകരമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയുമായി അവർ ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രണ്ട് വർഗീയതയ്ക്കും എതിരാണ്. ശരി, അതോടൊപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ, അല്ല അജിംസെ, ഒറ്റ കാര്യം കൂടി, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ലാതെ മുസ്ലിങ്ങളുടെ കേരളത്തിലെ മുഴുവൻ അഭിപ്രായവും പറയാൻ, മുഴുവൻ സംരക്ഷണവും ഏറ്റെടുക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് മുത്തലാഖ് ബില്ലടക്കം രാജ്യത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിലൊന്നും വോട്ട് ചെയ്യാതെ രക്ഷപ്പെട്ടോടിയ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് മാത്രം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന ശക്തിയാണ്. ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളോടൊപ്പമാണ്. ഇന്ന് KPCC താങ്കളുടെ നേതൃത്വത്തിൽ ഒരു എന്തൊക്കെയോ റിസർച്ച് നടത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു റാൻഡം റിസർച്ചിലൂടെ നിങ്ങൾ പറഞ്ഞു BJPക്ക് LDF വോട്ട് മറിച്ചു എന്നൊക്കെ. അത് നിങ്ങൾ കുറെ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ പ്രധാനം. അവിടെ വോട്ട് മറിച്ചു, ഇവിടെ വോട്ട് മറിച്ചു എന്ന് ആരോപിക്കുന്നതിനപ്പുറം അത് വളരെ സമർത്ഥമായി LDF നടപ്പാക്കി. നോക്കൂ, നിങ്ങൾ തന്നെ ആരോപിച്ചു, അതായത് UDF നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരോപിച്ചത് SDPഐയുമായി CPM-ഉം LDF-ഉം സഖ്യത്തിലുണ്ട്, ധാരണയുണ്ട് എന്ന്. അതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പ്രചാരണ വിഷയമായില്ല. ഇനി BJPയുമായി ധാരണയുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോലും നിങ്ങൾക്കത് മണത്തറിയാൻ കഴിഞ്ഞില്ല. ഫലം വന്നതിന് ശേഷമാണ് നിങ്ങൾ ഡാറ്റ ഡിഗ് ചെയ്ത് അത് പറയുന്നത്. ഇതുകൊണ്ട് എന്ത് കാര്യം? അതിനപ്പുറം UDFിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് LDFിലേക്ക് ഒഴുകുകയാണ്. അത് തടഞ്ഞു നിർത്താൻ നിങ്ങൾ ഒട്ട് ശ്രമിക്കുന്നുമില്ല, പരസ്യമായി ഒരു വാക്ക് ഉരിയാടുന്നുമില്ല. അല്ല, ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടിയല്ല അത് പറയുന്നത്. CPM-ന് ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ ഷിജു ഖാൻ പറയുകയാണ്, ഞങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി പോരാടി UDFും അല്ലെങ്കിൽ കോൺഗ്രസും BJPയും വെൽഫെയർ പാർട്ടി SDPയുമായി പോലും സഖ്യമുണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഞാൻ അദ്ദേഹത്തോട് സ്പെസിഫിക്കായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളം എങ്ങനെ വോട്ട് ചെയ്തു എന്നൊരു പൊതു പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രൈമറി വോട്ട് എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടും മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർക്ക് വേണ്ടിയിട്ടുള്ള വോട്ടും കോർപ്പറേഷനിൽ സ്വാഭാവികമായിട്ടും കൗൺസിലർക്ക് വേണ്ടിയിട്ടുമുള്ള വോട്ടാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു കണക്കായി വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മൊത്തം വോട്ട് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് 2 കോടി
2,12,00,000 ഞാൻ ആ കൃത്യമായ കണക്ക് പറയാം. 2,12,73,417 ആളുകൾ വോട്ട് ചെയ്തു. അതിൽ UDF ലഭിച്ചത് 74,58,516 വോട്ട്. LDF ലഭിച്ചത് 74,37,787 വോട്ട്. അതായത് UDF 35.06% വോട്ട് ലഭിച്ചപ്പോൾ LDF 34.96% വോട്ടാണ് ലഭിച്ചത്. ഇത് ഞങ്ങളുടെ സർവേയോ ഞങ്ങളുടെ കണക്കോ അല്ല, ഇലക്ഷൻ കമ്മീഷനിലെ കണക്കാണ്. അത് കഴിഞ്ഞ് പക്ഷേ ഞാൻ അറ്റ് ദ സെയിം ടൈം ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ UDF കുറവ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ ഇത് പഠിച്ചപ്പോൾ ആണ് ഇപ്പോൾ തൊട്ടു മുമ്പ് ഷിജു ഖാൻ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ കാപട്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. നമ്മൾ നിരവധിയായ പഞ്ചായത്തുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള 1700 വാർഡുകളിൽ റാൻഡം പരിശോധന നടത്തി. ആലപ്പുഴയിലെ തിരുവണ്ടൂർ ഗ്രാമപഞ്ചായത്ത്, ബഹുമാനായ ഷിജു ഖാൻ ഇവിടെ അടുത്തുള്ളതുകൊണ്ട് മറുപടി പറയാൻ ചെയ്യും. പഞ്ചായത്ത് ഓഫീസ് വാർഡിൽ UDF 382 വോട്ട്, അവിടെ BJP ജയിക്കുന്നു 415 വോട്ട്. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച എത്ര വോട്ടാണെന്നറിയോ? 5 വോട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ബാക്കി വോട്ട് എവിടെ പോയി? സ്വാഭാവികമായിട്ട് മറുപടി പറയണ്ടേ? ഇനിയിപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട. കണ്ണൂരിൽ CPM സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയുമോ? അതും കോടിയേരി ബാലകൃഷ്ണൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ തട്ടകമായ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മട്ടമ്പറം വാർഡിൽ UDF 359 വോട്ട്. അവിടെ ജയിച്ചത് SDPIക്ക് 290 വോട്ട്. മുസ്ലിം ലീഗിനെയാണ് പരാജയപ്പെടുത്തിയത്. LDF ലഭിച്ചത് 11 വോട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ആലുവ മുനിസിപ്പാലിറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. ആലുവ മുനിസിപ്പാലിറ്റി മന്ന വാർഡിൽ UDF 236 വോട്ട്. അവിടെ BJP കഷ്ടി 14 വോട്ടിനാണ് ജയിക്കുന്നത്. BJPക്ക് 250 വോട്ട്. അവിടെ LDF ലഭിച്ചത് 14 വോട്ടാണ്. ഈ വോട്ട്, ബാക്കി വോട്ട് എവിടെ പോയി? അതുപോലെ തന്നെ ഇനി വേറെ സ്ഥലം, കണ്ണൂർ തന്നെ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ ഓർക്കണം, മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ 682 വോട്ട് UDF ലഭിക്കുന്നു. SDPI 784 വോട്ട് പിടിച്ച് ജയിക്കുന്നു. അവിടെ CPM ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 14 വോട്ടാണ്. അതുപോലെ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി വിശദമായി പറഞ്ഞു. താങ്കൾ പറഞ്ഞു വരുന്നത് പലയിടത്തും SDPIയുമായും BJPയുമായും രഹസ്യധാരണ CPM-നും LDF-നും ഉണ്ടായിരുന്നല്ലേ? CPM SDPIയുമായും BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കി വോട്ടിന്റെ മാറ്റം അതാണ് സൂചിപ്പിക്കുന്നത്, അതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? ഓക്കെ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മിനിറ്റ് മുമ്പ് പോലും നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ധാരണയുണ്ട് എന്നുള്ള കാര്യം. അതൊരു രഹസ്യധാരണയായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് 1-ാം തീയതി മുതൽ വെൽഫെയർ പാർട്ടി സഖ്യം കോൺഗ്രസും ലീഗും നടത്തുന്നു എന്ന കാര്യം ഇവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ദിവസം മുതൽ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോഴും അത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് അജണ്ട CPM സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിന് തലവെച്ചു കൊടുക്കുന്നു. അല്ല, ഞാൻ പറയാം. നിങ്ങൾ ഈ ചർച്ച കേൾക്കുന്ന CPM-ന്റെ DYFIയുടെ SFIയുടെ സഖാക്കൾ അറിയേണ്ട ഒരു കണക്കൂടിയുണ്ട്. അതോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് കഴിഞ്ഞ നാളുകളിൽ SFIക്ക് ഒരു രക്തസാക്ഷി ഉണ്ടായിരുന്നു, അഭിമന്യു എന്ന് പറയുന്നത്. SDPIക്കാർ വെട്ടിക്കൊന്നു എന്ന് പറയുന്ന അഭിമന്യുവിൻ്റെ സ്വന്തം പഞ്ചായത്താണ് വട്ടവട പഞ്ചായത്ത്. വട്ടവട പഞ്ചായത്തിൽ CPM-ന്റെ 2 സിറ്റിംഗ് വാർഡുകളായിരുന്നു കോവിലൂർ നോർത്തും കോവിലൂർ വെസ്റ്റും. ഈ വട്ടം അവിടെ കോവിലൂർ വെസ്റ്റ് വാർഡിൽ UDF 125 വോട്ട്, BJP ജയിക്കുന്നത് 12 വോട്ട്, 137 വോട്ട് പിടിച്ച് BJP ജയിക്കുന്നു. അവിടെ CPM കേവലം 37 വോട്ട് സിറ്റിംഗ് വാർഡിൽ. കോവിലൂർ വെസ്റ്റിൽ 38 വോട്ടാണ് CPM പിടിച്ചത്. അവിടെ 193 വോട്ട് കോൺഗ്രസിനും 147 വോട്ട് BJPക്കും. അതായത് വട്ടവടയിലെ അഭിമന്യുവിൻ്റെ അതേ പഞ്ചായത്തിൽ വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് മേൽ എഴുതിയ SFIയും DYFIയും അറിയേണ്ട കാര്യം, അവിടെ RSSനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് CPM ആണ്. ആദ്യം അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങൾ RSSനും BJPക്കും എതിരാണ്, SDPIക്ക് എതിരാണെന്ന്. പിന്നെ അജിംസോർ ഞങ്ങളിത് പറഞ്ഞില്ല എന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ആവർത്തിച്ച് KPCC അധ്യക്ഷൻ, പ്രത്യേകിച്ച് അദ്ദേഹം കേരളത്തിലെമ്പാടുമുള്ള പ്രസംഗങ്ങൾ പറഞ്ഞാണ് ഈ സംസ്ഥാനത്ത് വർഗീയ കക്ഷികളുമായി CPM കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു, BJPയുമായി ഒരു അന്തർധാര. എന്റെ ബഹുമാന UDF വെൽഫെയർ പാർട്ടിയുമായി ധാരണയില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. ശ്രീ കുഴൽനാടൻ ഇന്നും അദ്ദേഹം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം പറഞ്ഞു. അത് തെറ്റായി പോയി എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്തു.
വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കുണ്ടാക്കാൻ പരിശ്രമിച്ചിരുന്നു. അതിന് അത് ശരിയായൊരു രാഷ്ട്രീയ നീക്കമായിരുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇവർ പറയുന്നത് എന്താ? അജിംസിനെ പോലൊരു ആളുടെ മുമ്പിൽ വന്നിരുന്ന് കണക്കുകൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ എന്ത് ഊറ്റത്തോടു കൂടിയാണ് SDP ആയിട്ട് പോലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF കൂട്ടുകൂടിയെന്ന് പറയുന്നത്, BJP കൂട്ടുകൂടിയെന്ന് പറയുന്നത്? ഇതുപോലൊരു കണക്ക് കൊണ്ടുവരാൻ LDF കഴിയോ? അതായത് വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾ ധാരണയിലുണ്ടായിരുന്നു. ഇവിടെ ലീഗ് നേതാവായ ഷംസുദ്ദീൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് തെറ്റായി പോയി, ഇനി ഉണ്ടാകില്ല എന്ന്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതാണ് പറഞ്ഞത്. UDF ഒറ്റക്കെട്ടായി അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറയുമോ? UDF ഒറ്റക്കെട്ടായി കോൺഗ്രസ് പറയുമോ? കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പറയുമോ? തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായില്ല. അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംബന്ധിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണല്ലോ. വെൽഫെയർ പാർട്ടിയുമായ സഹകരണത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നത് ശരിയാണ്. എത്ര വട്ടം ചർച്ച ചെയ്താണ്. പക്ഷെ ഇന്നത്തെ ചോദ്യം, അതായത് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. BJPയെ വളർത്തി UDF തളർത്താൻ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്ന് പണ്ട് EMS പറഞ്ഞ അതേ കാര്യം പിണറായി വിജയനും കൂട്ടരും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിനാണ് അവർ കുഞ്ഞാലിക്കുട്ടി ആക്രമിക്കുന്നത്? എന്തിനാണ് അവർ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നത്? മറ്റൊന്നുമല്ല, BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷേ ഇത് അപകടം പിടിച്ച രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ തമ്മിൽ, രണ്ട് സമൂഹങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ജയത്തിന് വലിയ മാത്യുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുപോലെ പലരുടെയും ശ്രദ്ധയിലുണ്ട്. എന്തുകൊണ്ടാണ് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? ഈ നടക്കുന്ന പ്രചാരണം തെറ്റാണ് എന്നെങ്കിലും പറയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, UDF ഞാൻ അടക്കമുള്ളൊരു ചർച്ച പലവരും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. ഈവൻ ക്രൈസ്തവ ഫോറങ്ങളിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ നിലയ്ക്കുള്ള ഒരു പ്രചരണം അത് BJPയുടെ ആസൂത്രിതമായ പ്രചരണമാണ്. അതുപോലെ തന്നെ അതിന് ഇന്ധനം പകരുന്നത് CPM ആണ്. CPM ഇന്ധനം പകരാൻ കാരണം അവർക്ക് കേവലം തെരഞ്ഞെടുപ്പ് ജയം മാത്രമാണ് മുമ്പിൽ. ഇതിനിവർ വലിയ വില കൊടുക്കേണ്ടി വരും. ബംഗാളിൽ ഇവർ അനുഭവിച്ചാണ്. കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒരു അഭിമുഖം പുറത്തു വരുന്നത് ഒരു മാധ്യമത്തിൽ. അദ്ദേഹം പറയുന്നു, വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണ ശരിയായില്ല, അത് ഇനി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരമാണ് CPM വീണ്ടും ഈ വെൽഫെയർ പാർട്ടിയും ലീഗും തമ്മിലുള്ള ബന്ധം ആരോപിച്ച് UDF കടന്നാക്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും അവരുടെ സ്ട്രാറ്റജി അതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കടന്നാക്രമണമാണ് ഉണ്ടാകുന്നത്. ഇവിടെ മാത്യു കുഴൽനാടൻ കണക്കുകൾ വെച്ച് പറയുന്നു, SDP-യുമായും BJP-യുമായും CPM-നും LDF-നും വോട്ട് ധാരണയുണ്ടായിരുന്നു എന്ന്. അവരത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ ഫലം എണ്ണിക്കഴിയുന്നവരെ ഒരു മനുഷ്യൻ UDF-കാർ അറിഞ്ഞില്ല, നിങ്ങൾ പോലും അറിഞ്ഞില്ല. പക്ഷേ വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ചർച്ചയായിരുന്നു. അത് ആരുടെ സ്ട്രാറ്റജിക് വീഴ്ചയാണ്? ഇന്നത്തെ വിജയരാഘവന്റെ പ്രസ്താവനയോടുകൂടി ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കപ്പെടുകയാണ്. CPM ഒരു ഇടതുപക്ഷ പാർട്ടി എന്നിടത്ത് നിന്ന് അതൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വളരെ വ്യക്തമായി നടന്നെടുക്കുകയാണ്. കുറച്ചു നാളായി ആ പ്രവണത ആരംഭിച്ചിട്ട് അതിന്റെ പ്രഖ്യാപനം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അത് കൂടുതൽ ശക്തമായി ആ ഒരു പക്ഷത്തേക്ക് മാറുകയാണ്. അതിൽ രാഷ്ട്രീയം പറയാനില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കപ്പുറത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന മതസമുദായ വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ആ ധ്രുവീകരണത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി തങ്ങൾ മാറുക എന്ന ഒരു നിലപാടാണ് കേരളത്തിലെ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വലിയ പ്രഖ്യാപനമായിട്ടാണ് ഇന്ന് CPM സംസ്ഥാന സമിതിക്ക് ശേഷമുള്ള സെക്രട്ടറി വിജയരാഘവന്റെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. കേരളത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM ശ്രമിച്ചത് അതായിരുന്നു. ഇവിടെ ഷിജു ഖാൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങേയറ്റം ലജ്ജ തോന്നി. ഈ ഡോക്ടർ ഷിജു ഖാന്റെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മുൻകൈയിൽ 2015 നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ധാരണയിൽ നീക്കുപോക്കിന്റെ ഭാഗമായിരുന്ന ഒരു പാർട്ടി 5 കൊല്ലം കേരളത്തിൽ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് ഭരിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയെ അങ്ങോട്ട് മാറ്റി നിന്നിട്ട് അവര് വലിയ വർഗീയവാദിയാണെന്ന് പറയാൻ ഷിജു ഖാനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന് എങ്ങനെ കഴിയുന്നു എന്നതാണ് എന്റെ അത്ഭുതം. നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തീവ്രവാദിയും, നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മിതവാദിയും, നിങ്ങൾ പറയുമ്പോൾ മതേതരനുമാകുന്ന സർട്ടിഫിക്കറ്റ് എന്നാണ് കേരളത്തിൽ CPM-ന് പതിച്ചു നൽകാൻ അധികാരം നൽകിയത്. നിങ്ങൾ കേരളത്തെ പച്ചയായി വഞ്ചിക്കുകയാണ് ചെയ്തത്.
CPM-ന് വെൽഫെയർ പാർട്ടി 2015 അസ്പൃശ്യതയില്ലാത്ത പാർട്ടിയായിരുന്നു. ഷിജു ഖാൻ, ഞാൻ ചോദിക്കട്ടെ, എന്ത് തീവ്രവാദമാണ് വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ കണ്ടത്? ഏത് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷിജു ഇവിടെ ഇരുന്നു കൊണ്ട് തീവ്രവാദമാണ് എന്ന് പറയുന്നത്? അങ്ങനെ തീവ്രവാദമായിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളുമായി ചർച്ച നടത്തുമായിരുന്നോ? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങളുമായി നീക്കുപോക്കുണ്ടാക്കുമായിരുന്നോ? അങ്ങനെ ഒരു നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിൽ മെമ്പർമാരുണ്ടായിട്ട് തദ്ദേശ ഭരണം നടത്തുമായിരുന്നോ? ഒരുമിച്ച് നിങ്ങൾ ഭരിക്കുമായിരുന്നോ? ഞങ്ങളുടെ പ്രതിനിധിയെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആക്കുമായിരുന്നോ? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കുമായിരുന്നോ? എന്താണ് ഷിജു കേരളത്തെ പണ്ടിക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇന്നത്തെ എ വിജയരാഘവന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം ഏകീകരണത്തിന്റെ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗ് കൂട്ടുകൂടി അവർ ആ ഏകീകരണം നടപ്പാക്കാൻ ശ്രമിച്ചു. പക്ഷേ മുസ്ലിം സമുദായം അത് തള്ളിക്കളഞ്ഞു. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രൊഡക്റ്റാണ് വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ ഈ പറയുന്ന രാഷ്ട്രീയ മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിയാണ്. ആ അജണ്ട ലീഗ് ഏറ്റെടുത്തു എന്നാണ് ആരോപണം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ അജിച്ചേ, ഇത് ഇവിടെ കൃത്യമായി, അതായത് ഒരു മുസ്ലിം തീവ്രവാദം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ആ മുസ്ലിം തീവ്രവാദത്തെ നേരിടാൻ വേണ്ടിയിട്ട് CPM ഇവിടെ സർവസജ്ജമായിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് ഇതര ജനവിഭാഗങ്ങളെ നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന തിയറിയിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ കുഞ്ഞാലിക്കുട്ടി ഹസൻ അമീർ എന്നിടത്തേക്ക് മാറുന്നത് ഈ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളാണിത്. ഇവിടെ ഏതെങ്കിലും സമുദായ സംഘടനകളോ ഏതെങ്കിലും സമുദായ പ്രസ്ഥാനങ്ങളോ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഏതുതരം നിലപാട് സ്വീകരിക്കുന്നു എന്നതൊന്നുമല്ല CPM-ന്റെ പ്രശ്നം. CPM-ന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിം തീവ്രവാദം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് സംഘപരിവാറിന്റെതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഗുണഭോക്താവ് CPM ആണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകണമോ? അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാൽ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത്? അഹമ്മദ് പട്ടേൽ പാകിസ്ഥാനുമായി ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അഹമ്മദ് പട്ടേലിനെ പരാജയപ്പെടുത്തണം, മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കരുത്. ഈ കാര്യമാണ് CPM പറയുന്നത്. കേരളത്തിൽ ആ മുസ്ലിങ്ങൾ നേതൃത്വം പിടിച്ചെടുക്കാൻ പോകുന്നു. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നേതൃത്വത്തിലേക്ക്, UDF-ന്റെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ അപകടം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യൂ. ഇതായിരുന്നു വിജയ് രൂപാണിയുടെ നേതൃത്വത്തിൽ വീണ്ടും രൂപീകരണത്തിന് BJP സ്വീകരിച്ചത്. ആ ലൈനാണ് ഇവിടെ സ്വീകരിക്കുന്നത്. UDF, ലീഗ്, കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കുന്നതിനെതിരെ CPM തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ ഇക്കാര്യം പറഞ്ഞതാണ്. ഞങ്ങൾ അവരുമായി നേരത്തെ ധാരണയുണ്ടായിരുന്നതാണ്, അപ്പോഴില്ലാത്ത കുറ്റം ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചതാണ്. അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടും, നിങ്ങൾ അങ്ങനെ പ്രചാരണം നടത്തിയിട്ടും, UDF-ഉം കോൺഗ്രസും എല്ലാം പ്രചാരണം നടത്തിയിട്ടും വോട്ടർമാർ LDF-നെയാണ് പിന്തുണച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ഇനി ധാരണയുണ്ടാവില്ല എന്ന് KPCC അധ്യക്ഷൻ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പോലും വീണ്ടും ആക്രമിക്കുന്നത് ലീഗ് വെൽഫെയർ കൂട്ടുകെട്ടിനെയാണ്. ആ പ്രചാരണം വോട്ട് തരുമെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ നിങ്ങളുമായി ഇനിയൊരു ധാരണയേ ഇല്ല എന്ന് KPCC അധ്യക്ഷൻ പോലും പറഞ്ഞിരിക്കെ, ആ പ്രചാരണം കൊണ്ട് കൂടുതൽ ധ്രുവീകരണം ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ സംശയിച്ചിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇനി അതിനെ നേരിടുക? ഞാൻ അതിനെക്കുറിച്ച് അജിംസെ അല്പസമയം എനിക്ക് തരാം. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒന്നാമതായി, നമ്മുടെ രാജ്യത്ത് BJP ആണ് ഈ ധ്രുവീകരണ രാഷ്ട്രീയം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടൻ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദി പരാജയപ്പെടാനുള്ള 100 കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഭരണകൂടം എന്ന നിലക്ക്. പക്ഷേ ജനങ്ങൾ അത് ജനങ്ങൾ അതിലേക്ക് എത്താതിരിക്കാൻ ഇവിടെ ഒരു വലിയ ക്യാമ്പയിൻ BJP കൊണ്ടുവന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന നിലക്കാണ് ഇവിടെ നാരി നടക്കുന്നു. ഒരു കൂട്ടർ പാകിസ്ഥാന്റെ ആൾക്കാർ, ഞങ്ങൾ ഇന്ത്യയുടെ ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ, ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം വിസ്മൃതിയിലെ ജനങ്ങൾ നേരിട്ട് പോയി. ജനങ്ങൾ BJP വോട്ട് ചെയ്തു. BJP അധികാരത്തിലേക്ക്. ഇതിനെ എതിർത്തൊരു കൂട്ടരല്ലേ ഇടതുപക്ഷം? ഇതല്ല, ഈ രാഷ്ട്രീയത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോയ ഒരു കൂട്ടരല്ലേ ഇടതുപക്ഷം? ആ ഇടതുപക്ഷം BJP-യുടെ വിനാശകരമായ രാഷ്ട്രീയം കേരളത്തിൽ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റും എന്ന ഏറ്റവും വൃത്തികെട്ട, നെറികെട്ട രാഷ്ട്രീയം സ്വീകരിക്കുകയാണ് BJP കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. മറ്റൊന്ന് ഞാൻ പറയുന്നത്, കോൺഗ്രസിന്റെ നേതാവ് KPCC-യുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ പ്രതിസന്ധിയിൽ അദ്ദേഹം പെട്ടിരിക്കുന്നതിന്റെ പരിഹാരത്തിന് വെൽഫെയർ പാർട്ടിയുടെ തലയിൽ വെച്ച് തൂരാൻ ശ്രമിക്കേണ്ട. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ഞങ്ങളുമായി UDF എവിടെയൊക്കെ ധാരണ ഉണ്ടായോ അവിടെയെല്ലാം UDF-ന് മെച്ചമുണ്ടായിട്ടുണ്ട്, ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്.
ഞങ്ങൾ ഒരു കക്ഷി എന്ന നിലയിൽ നീക്കുപോക്കിന് സന്നദ്ധരായിടത്തെല്ലാം നിങ്ങൾ ധാരണയുണ്ടാക്കിയിടങ്ങളിൽ UDF-ന് മെച്ചമുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ചൂണ്ടിക്കാട്ടി മറ്റിടങ്ങളിൽ വോട്ട് പോയി എന്ന് കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കുകയാണ്. അവരുടെ വിശകലനം അങ്ങനെയാണ്. അല്ല, അതെ, അതെന്ന് പറഞ്ഞു അത് കോൺഗ്രസ് അതിന്റെ പ്രതിസന്ധികളിൽ നിന്ന്, അതിന്റെ സ്വയം പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുന്നതിന് ഉത്തരം പറയേണ്ട ബാധ്യത വെൽഫെയർ പാർട്ടിക്കില്ല. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ LDF അല്ല, UDF അല്ല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രമിച്ചാലും അത് ഇവിടെ സാധ്യമല്ല. അത്തരത്തിലുള്ള ആരുടെയെങ്കിലും മുന്നിൽ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ല. ഞങ്ങൾ അത്തരക്കാരുടെ ഒരു ചർച്ചക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചക്ക് ഞങ്ങൾ ആരുടെ അടുത്തും പോയിട്ടില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നീക്കുപോക്കിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടൊരു കക്ഷി സന്നദ്ധമാകുന്നിടത്ത് ഞങ്ങൾ സന്നദ്ധമായിട്ടുണ്ട്. അതിന്റെ ഗുണദോഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ തീരുമാനിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഷഫീഖ്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു ധാരണ നിങ്ങളായിട്ടുണ്ടാക്കില്ല? ഞങ്ങൾ ആരിടത്തും പോയിട്ടില്ലല്ലോ അജിംസേ. ഞങ്ങൾ ഒരു സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് LDF-നോടും UDF-നോടും രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരാണ്. ഞങ്ങൾ ഈ രണ്ട് മുന്നണികളോടും രാഷ്ട്രീയമായി വിയോജിച്ചുകൊണ്ടാണ് 9 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്തരം വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ നീക്കുപോക്കുണ്ടാക്കും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇടതുപക്ഷവുമായി നീക്കുപോക്കുണ്ടാക്കിയത്. അതേ സാധ്യത ഞങ്ങൾ ഉണ്ടാക്കി. അല്ലാതെ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരുടെയും പോയിട്ടില്ല, അപേക്ഷ ഞങ്ങൾ സമർപ്പിച്ചിട്ടുമില്ല. ശ്രീ ഷംസുദ്ദീൻ, ഇവിടെ ഷഫീഖും മാത്യു കുഴൽനാടനും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്രചാരണത്തിന് കേരളത്തിൽ സാമൂഹികമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ മറ്റു ചിലരായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ക്ഷീണം, ഈ പ്രചാരണങ്ങളുടെ എല്ലാം ദുരന്തം നേരിടേണ്ടി വരുന്നത് നിങ്ങളാണ്. UDF ആണ്, മുസ്ലിം ലീഗാണ്. ആ ഒരു ഡാമേജ് കൺട്രോളിന് വേണ്ടി ലീഗ് നേതാക്കൾ അരമനകൾ കയറി ഇറങ്ങുന്നു, ക്രൈസ്തവ നേതാക്കളുമായി ചർച്ച നടത്തുന്നു. അവർക്കിടയിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണ് എന്ന് അവരോട് തന്നെ പറയുന്നു. പക്ഷേ അത് മുന്നണിയുടെ ഭാഗമായി, UDF മുന്നണിയുടെ ഭാഗമായി ഒരു ഒറ്റക്കെട്ടായ നേതൃത്വത്തോടെ ഇത് ഒരു വിഭജന രാഷ്ട്രീയമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ UDF തയ്യാറാവുന്നില്ല. അതായത് എവിടെയാണോ നിങ്ങളുടെ വോട്ട് ബാങ്ക് ഒഴുകിപ്പോയത് അതെങ്ങനെ തടഞ്ഞു നിർത്തും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമാണ് എന്നാണ് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വെൽഫെയർ പാർട്ടി ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നേതാക്കളുടെ പ്രതികരണം ഉൾപ്പെടെ. അല്ല, ഇവിടെ ഒരാശയക്കുഴപ്പമില്ല. ഇടതുപക്ഷം എക്കാലത്തും ഈ തരാതരം പോലെ ഈ വർഗീയ കാർഡുകൾ ഇറക്കിയിട്ടുണ്ട്. 987 ഒരു കാര്യവുമില്ലാതെ ശരീഅത്തിനെ വിമർശിച്ച്, മുല്ലാമുക്രി പെൻഷനെ വിമർശിച്ച് ഈ സംസ്ഥാനത്ത് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ട് നേടാൻ ശ്രമിച്ചവരാണ് EMSന്റെ നേതൃത്വത്തിൽ അന്ന് ഇടതുപക്ഷം. മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സദ്ദാം ഹുസൈനും യാസർ അറഫാത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ന്യൂനപക്ഷ വോട്ട് തേടാൻ ശ്രമിച്ചവരാണ് ഇവർ. പക്ഷെ അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇന്ന് ഈ വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ ഷിജു ഖാൻ്റെ പാർട്ടി ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ വിഷലിപ്തമായ പ്രചരണത്തിൻ്റെ ഗുണഭോക്താക്കളാകാൻ ഇവിടെ ഫാസിസം വാ പൊളിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ബോധ്യം വേണം. ഷിജു ഖാൻ്റെ പ്രസംഗം എന്താ? വളരെ ഗംഭീരമായിട്ട് ഒരു നാട്ടിലെ പൊതുയോഗത്തിൽ പറയുന്ന മാതിരി ലീഗിനെ അങ്ങ് അടച്ചാക്ഷേപിച്ച് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാണേണ്ട കാര്യം, BJP-യുമായും SDP-യുമായും ലീഗും UDF-ഉം സഖ്യം ഉണ്ടാക്കുന്ന, BJP-ആയിട്ട് സഖ്യം ഉണ്ടാക്കിയതിൻ്റെ കഥ വരുന്നുണ്ട്. ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരു BJP-യുടെ യുവമോർച്ചയുടെ സംസ്ഥാന നേതാവ് ഇപ്പോൾ പുറത്തു വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. BJP-യും CPM-ഉം തമ്മിലുള്ള ധാരണ, പ്രത്യേകിച്ച് സുരേന്ദ്രൻ വന്നതിന് ശേഷമുള്ള ധാരണ, അതെന്താ? പരസ്പരം പുറത്ത് കാണുമ്പോൾ കടിച്ചു കീറുന്ന ശത്രുക്കളാണ്, എന്നാലും ഉള്ളിൽ നിങ്ങൾ പാലൂട്ടുകയാണ്. രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റുള്ള കാര്യമാണ്. CPM-ന് അധികാരത്തിൽ തുടരാം, പ്രതിപക്ഷത്തേക്ക് BJP-യെ കൊണ്ടുവരാം. പക്ഷേ കണക്കുകളും വോട്ടുകളും അത് തെളിയിക്കുന്നില്ല. മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു. SDP-ൻ്റെ കാര്യമൊക്കെ മാത്യു കുഴൽനാടൻ വിശദീകരിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇരിട്ടി മുനിസിപ്പാലിറ്റി അടക്കം SDP-ഐ ഞങ്ങളോട് 10-50 വോട്ടിന് ജയിക്കുമ്പോൾ ആ വാർഡുകളിൽ, ആ ഡിവിഷനുകളിൽ CPM-നുള്ള വോട്ട് 10 വോട്ട് 18 വോട്ട് ഇവിടെ മാത്യു കണക്ക് പറഞ്ഞു. അപ്പോൾ കൃത്യമായ അന്തർനാടകം എല്ലാ തീവ്രവാദികളുമായിട്ട് നിങ്ങൾ നടത്തി. അങ്ങനെ ഉണ്ടാക്കിയ ഒരു നേട്ടം മാത്രമാണിത്. ആ ഒരു രീതി ഇപ്പോഴും തുടരുകയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു ക്രിസ്ത്യൻ അരമനകളിൽ പോയത്. ക്രിസ്തീയ സമൂഹവും കേരളത്തിലെ മുസ്ലിം സമൂഹവും നല്ല സൗഹൃദത്തിലാണ്. അത് തകർക്കാനും ഇവർ ശ്രമിക്കുകയാണ്. അതിൽ BJP-ക്കും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഉള്ള ആശയക്കുഴപ്പങ്ങളും പരസ്പരമുള്ള തെറ്റിദ്ധാരണകളും പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ അതിലെന്താ കുഴപ്പം?
അത് UDF ശക്തിപ്പെടുത്താൻ തന്നെയാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമില്ല. ഇവിടെ ഒരു സമൂഹത്തിൻ്റെയും അവകാശം മറ്റൊരു സമൂഹം കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ലീഗ് കൂട്ടുനിൽക്കില്ല. പിന്നെ ഇവിടെ സംവരണ വിഷയത്തിൽ ലീഗ് എടുത്ത നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ മുന്നോക്ക സംവരണം ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന കോൺഗ്രസിന്റെ നിലപാടിലേക്ക് നിങ്ങൾ വരുമോ? അല്ല, ഞങ്ങൾ പിന്നോട്ട് പോകല. അല്ല, പറയട്ടെ. സംവരണത്തിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ രാജ്യത്തെ മുന്നണികൾക്കിടയിൽ, വ്യത്യസ്ത പാർട്ടികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. CPM-ൻ്റെ അഭിപ്രായമാണോ CPIക്ക്? സാമ്പത്തിക സംവരണത്തോട് CPIക്ക് CPM-ൻ്റെ അഭിപ്രായമല്ല. മുന്നോക്ക സംവരണത്തോട് CPIക്ക് CPM-ൻ്റെ അഭിപ്രായമല്ല. CPM അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു ബില്ലാണ്. രാജ്യത്തെ ഈ കാര്യത്തിൽ ലീഗിനും കോൺഗ്രസിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷേ അതിലൊക്കെ ഒരു കൺസെൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയതാണ് മുന്നോക്ക സംവരണം. അത് നടപ്പാക്കുന്നതിനുള്ള പാളിച്ചകളാണ് സംവരണ സമുദായങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. കാരണം ആ 10% ആദ്യം എടുത്തിട്ട് ബാക്കി ജനവിഭാഗങ്ങൾക്ക് വീതം വെക്കുമ്പോൾ അതിലുണ്ടായ പോരായ്മകൾ നിങ്ങളുടെ മാധ്യമം പത്രം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. അല്ലാതെ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനടക്കം ചൂണ്ടിക്കാട്ടിയത്, ഞാൻ പറയട്ടെ, മറ്റ് സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം കൊടുക്കുമ്പോൾ തങ്ങളുടെ ഒരു വറ്റുപോലും പോകുന്നില്ല, എന്നിട്ടും മറ്റുള്ളവരുടെ പാത്രത്തിൽ വിളമ്പുന്നതിനെ ലീഗ് എതിർക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. അങ്ങനെ ലീഗ് എതിർത്തു എന്നല്ലാതെ പറയേണ്ടത്. ഞാൻ പറയുമ്പോൾ സംവരണത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് ഇപ്പോൾ ഇവിടെ ഒരു വിഷയമാക്കി കൊണ്ടുവരാൻ CPM ശ്രമിക്കുന്നത് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ മുത്തലാഖിനെ കുറിച്ചൊക്കെ ഇയാൾ പറയുന്നത് കേട്ടു ഷിജു ഖാൻ. മുത്തലാഖിൻ്റെ കാര്യത്തിൽ ഈ എത്ര തവണ പാർലമെൻറ്റിൽ അത് വന്നപ്പോഴും ലീഗിന് ഒരു സ്റ്റാൻഡേ ഉള്ളൂ എന്ന ചരിത്രം ഒന്ന് പഠിക്ക് ഷിജു ഖാൻ. മുത്തലാഖിനെ കുറിച്ച് EMS നടത്തിയ പ്രസംഗങ്ങളുണ്ട്. ശരീഅത്തിനെ കുറിച്ച് നിങ്ങൾ നടത്തിയ പ്രസംഗമുണ്ട്. മുത്തലാഖിൽ നിങ്ങളുടെ നിലപാടാണ് മാറിയത്. മുത്തലാഖിൽ CPM-ൻ്റെ ഒരു 25 കൊല്ലം മുമ്പുള്ള നിലപാടും ഇന്നത്തെ നിലപാടൊന്നും മാറ്റി എന്താ സ്ഥിതി എന്ന് പരിശോധിക്കുക. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, അന്നത്തെ പോലെയല്ല ഇന്ന് ഈ ഇന്ത്യയിൽ സാഹചര്യം മാറി, അപ്പം ഞങ്ങൾ നിലപാട് മാറ്റിയെന്നാണ്. അപ്പം മുത്തലാഖിലൊന്നും ലീഗിനൊരു വ്യത്യാസമില്ല. ലീഗ് ഈ കാര്യത്തിൽ പൗരത്വത്തിൻ്റെ വിഷയമായാലും മുത്തലാഖിൻ്റെ വിഷയമായാലും ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നമായാലും നമ്മളും നിങ്ങളും പാർലമെൻറ്റിൽ 3 അംഗങ്ങളേ ഉള്ളൂ. നിങ്ങളെ 3 അംഗങ്ങൾ സൈലൻ്റാണ്. ഞങ്ങളുടെ 3 അംഗങ്ങൾ ശക്തമായിട്ട് പോരാടുന്നുണ്ട്. പിന്നെ ഷിജുകാരൻ്റെ ഈ ന്യൂനപക്ഷ പ്രേമൊക്കെ പ്രസംഗത്തിലും വർത്തമാനത്തിലേ ഉള്ളൂ. നിങ്ങൾ തരാതരം പോലെ നെറികെട്ട വർഗീയത കളിക്കും. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോപിച്ച കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രതിനിധി മറുപടി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. തരാതരം പോലെ സദ്ദാമിനെ കൂട്ടുപിടിക്കേണ്ടടുത്ത് സദ്ദാമിനെ കൂട്ടുപിടിക്കും. കണ്ണൂരിൽ പാർട്ടി നിലനിർത്താൻ ബാലഗോകുലം ശോഭയാത്ര നടത്തിയവരാണ് നിങ്ങൾ. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ CPM എന്തേ നടത്തേണ്ടി വന്ന് BJP-യെ പ്രതിരോധിക്കാൻ. അപ്പോൾ എന്ത് വർഗീയതയും നിങ്ങൾക്ക് ചേരും. നിങ്ങളെ കയ്യിൽ നിന്ന് പോയാൽ അതൊക്കെ മോശം. ഇപ്പോൾ പിന്നെ അതുപോലെ പറഞ്ഞു ചില പഞ്ചായത്തുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് വരുന്നവരൊന്ന് ഇരുത്തി കളയാന്ന് വെച്ചിട്ട് ഒറ്റ മിനിറ്റ് ചർച്ചയ്ക്ക് വരുന്നവരെ ഇരുത്തി കളയാന്ന് വെച്ചിട്ട് ചില പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ ഒക്കെ പേര് പറഞ്ഞു. നമുക്ക് CPM നേതാക്കന്മാരുടെ കണക്കെടുക്കാം. നിങ്ങളെ സെക്രട്ടറി വിജയരാഘവനല്ലേ? വിജയരാഘവൻ്റെ മുനിസിപ്പാലിറ്റി ആരാ ഭരിക്കണത്? അവിടെ നിന്ന് അങ്ങനെ അങ്ങ് നോക്കിക്കോ ഓരോന്ന്. അപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മറിഞ്ഞൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതൊന്നും പറഞ്ഞ് ചർച്ചയ്ക്ക് വരുന്നവരെ ഇരുത്തി കളയാൻ ചിന്താഗതിയാണ്. വിജയരാഘവനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയില്ല. പകരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നാണ്. അത് പരിശോധിക്കാൻ കൂടിയാണല്ലോ ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്നത്. തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ പരിശോധിച്ചത്. അത് പരിശോധിക്കാമെന്നാണ്. അങ്ങനെയാണോ BJP-ക്ക് LDF-ൻ്റെ വോട്ട് ചോർന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണത്തോട് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കേണ്ടത്? അജിംസെ, 3 പ്രതികരണങ്ങളോടാണ് എനിക്ക് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. അങ്ങ് ഇടയ്ക്കൊന്ന് ഇടപെടരുത്, ഞാൻ അങ്ങയുടെ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ CPIM-ൻ്റെ അഭിപ്രായം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം ഇന്ന് സഖാവ് A. വിജയരാഘവൻ സുവ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. BJP-ക്ക് അവർ പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അക്കാര്യം വിശദീകരിച്ചു. അതോടൊപ്പം ഈ വെൽഫെയർ പാർട്ടി, ലീഗ് അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന തീവ്രമായ നിലപാടുകളെയും അദ്ദേഹം വിശദീകരിച്ചു. അത് സുവ്യക്തമാണ്. ഇനി ഞാൻ 2-3 കാര്യങ്ങളിലേക്ക്, മറുപടികളിലേക്ക് വരികയാണ്. ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ കുറച്ച് കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഏത് കണക്കും നമുക്ക് ഡിബേറ്റ് ചെയ്യാം, സമയമെടുത്ത് ഡിബേറ്റ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. തിരുവനന്തപുരത്തെ
നെടുങ്കാട് വാർഡിൽ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മുടെ മുന്നിലുണ്ട്. 2015 നെടുങ്കാട് വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3157 വോട്ടാണ് നേടിയത്. 2020 469 വോട്ട് അധികം നേടി 3626 വോട്ട് LDF നേടി. LDF അവിടെ പരാജയപ്പെട്ടു. എന്നാൽ പ്രസ്തുത വാർഡിൽ 2015 UDF 1169 വോട്ടുണ്ടായിരുന്നു. 2020 വോട്ട് നില ഇതാണ്. പോസ്റ്റൽ വോട്ട് ചേർത്ത് മൊത്തം 74 വോട്ടാണ് നെടുങ്കാട് വാർഡിൽ UDF ലഭിച്ചത്. അപ്പോൾ കണക്കുകൾ ഇനി ഒരുപാടുണ്ട്, ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ മൊത്തം പോൾ ചെയ്ത 7000 വോട്ടിൻ്റെ 1% അതാണ് തിരുവനന്തപുരത്ത്. 10 സീറ്റ് തികയ്ക്കാൻ കഴിയാത്ത ഗതികേടിൽ BJPയുമായി സന്ധി ചെയ്ത് BJPക്ക് വേണ്ടി കീഴടങ്ങിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാനും ശ്രീ മാത്യു കുഴൽനാടും ഇരിക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFൻ്റെ ഗതികേട് അതാണ്. ഞാനത് സൂചിപ്പിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ഷഫീഖിൻ്റെ വാദങ്ങളാണ്. ശ്രീ KM ഷഫീഖ് ലജ്ജാകരമായി ഞാൻ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീ ഷഫീഖ്, ഞാൻ ഒരു ടെലിവിഷൻ ചർച്ചയിലും ലജ്ജാകരമായ ഒരു പദപ്രയോഗവും നടത്തുന്ന ആളല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന അതിനീചമായ മതരാഷ്ട്രീയത്തെ സംബന്ധിച്ച് എനിക്ക് നിലപാടുണ്ട്, ഇടതുപക്ഷത്തിന് നിലപാടുണ്ട്. ആ നിലപാട് 10 കൊല്ലം മുമ്പുള്ള നിലപാടായിരുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഷംസുദ്ദീനും കെ ഷഫീഖും പറഞ്ഞത് 10 കൊല്ലം മുമ്പ് നിലപാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ, അല്ലല്ല അജിംസിനെയും അത് പൊള്ളി അജിംസിനെയും അത് പൊള്ളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അജിംസിന് മറുപടി വരാം. അജിംസ് ഒരു നിമിഷം ഞാൻ വ്യക്തമായിക്കൊള്ളട്ടെ. ഈ പ്രചാരണം ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറം ഒരു നിമിഷം രാഷ്ട്രീയ പ്രശ്നം എന്നതിനപ്പുറം ഇതൊരു സാമുദായിക ധ്രുവീകരണത്തിന് ഉപകരിക്കുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുകയാണ്. ഈ ആരോപണം ഒരു സാമുദായിക ധ്രുവീകരണത്തിന് ഉപകരിക്കുന്നു എന്ന് കോൺഗ്രസും ലീഗും ഇവരും വെൽഫെയർ പാർട്ടിയും എല്ലാം പറയുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. കാരണം ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിൽ പറഞ്ഞു തീർക്കാം. അതിനപ്പുറം ഒരു സാമൂഹിക പ്രശ്നമായി മാറുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. ശ്രീ ഷിജു ഖാൻ. അല്ല അജിംസേ, ദയവേത് അങ്ങ് ക്ഷമിക്കുക. 3 പേർ ഇടതുപക്ഷത്തിനെതിരെ മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. അങ്ങ് ക്ഷമിക്കൂ. അങ്ങ് ക്ഷമിക്കൂ, ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇടതുപക്ഷം BJPക്ക് എന്തോ വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ മുസ്ലിം വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഷഫീഖ, നിങ്ങളെ ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ആരാണ് അംഗീകരിക്കുന്നത്? സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ നിങ്ങളും ലീഗും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ അതിശക്തമായി ചെറുക്കണം, അതിശക്തമായി അതിനെതിരായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സമസ്ത. കേരളത്തിലെ പ്രധാനപ്പെട്ട സുന്നി സംഘടനകൾ നിങ്ങൾക്കെതിരാണ്. കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങളെ മുസ്ലിം സംഘടനകളുടെ ഐക്യവേദിയിൽ പോലും കൊണ്ടിരുത്താൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ. അപ്പോൾ അല്ലല്ല ഷഫീഖെ, ഒന്ന് അങ്ങ് കേൾക്കൂ. 2, ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി അത് രാജ്യം പലതവണ ചർച്ച ചെയ്തതാണ്. പൗരത്വ നിയമം രാജ്യത്തുണ്ടാക്കിയപ്പോൾ, മുത്തലാഖ് നിയമം ഉണ്ടാക്കിയപ്പോൾ, ബീഫിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഈ രാജ്യത്ത് അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. അതേതെങ്കിലും ന്യൂനപക്ഷ പ്രീണനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലപാടല്ല. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഷഫീഖിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഷഫീഖിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഈ അസ്വസ്ഥതയുണ്ടല്ലോ, അതങ്ങ് നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളിലെ ജനാധിപത്യവാദികൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങളെ എത്ര കണ്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും അതിശക്തമായി നിങ്ങളെ ഈ കേരളം വലിച്ചെറിഞ്ഞു. ലീഗാണ് നിങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇനി ശ്രീ ഷംസുദ്ദീൻ്റെ വാദങ്ങളിലേക്ക് വരാം. ശ്രീ ഷംസുദ്ദീൻ, ചരിത്രം ഒക്കെ അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ബഹുമാനം തരാവുന്ന അഭിപ്രായങ്ങളല്ല അങ്ങ് ഇവിടെ വിളമ്പിയത്. അങ്ങ് പറഞ്ഞത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ അതുപോലെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ള കാര്യം വസ്തുതയല്ലേ? മാത്യു കുഴൽനാടൻ ഇവിടെ വന്ന് 2 അഭിപ്രായം പറഞ്ഞാലും കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട്. ഇവരെ ചേർക്കാൻ പാടില്ല, ഇവരുടെ രാഷ്ട്രീയം മതമൗലികവാദപരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താ ഞാൻ വീണ്ടും ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
നിങ്ങൾ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ 1-ാം തീയതി മുതൽ ഇന്ന് വരെ ഈ പറയുന്ന ആളുകളെ ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എതിർത്തു പോരുന്നവരാണ് എങ്കിൽ ഈ വാദം അംഗീകരിക്കാമായിരുന്നു. അങ്ങനെയല്ല, ഈ 2015 തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ അവരുമായി കൂട്ടുണ്ടാക്കിയവരാണ്, നിങ്ങൾ അവരുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തവരാണ് എന്ന് പറഞ്ഞിരിക്കെ ഇപ്പോൾ ഈ വാദം കുറെ കൂടി രൂക്ഷമായി ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഡോക്ടർ ഷിജു ഖാൻ. കാരണം നിങ്ങൾ 1-ാം തീയതി മുതൽ ഇതേ നിലപാടുള്ളവരാണെങ്കിൽ നിങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അതേ കാര്യം തന്നെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയരും. നിങ്ങൾ പറയുന്ന മതമൗലികവാദം, തീവ്രവാദം എന്താണത്? നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നപ്പോൾ ഇപ്പോഴുണ്ടായ പുതിയ കാര്യം എന്താണ് എന്ന് നിങ്ങൾ സമൂഹത്തോട് പറയണം. അല്ല അജിംസേ, ഞങ്ങൾ സമൂഹത്തോട് പറഞ്ഞതുകൊണ്ടും ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സമൂഹം അംഗീകരിച്ചത് കൊണ്ടുമാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും 6 മാസം വേട്ടയാടിയിട്ടും അതിനെയൊക്കെ ജനം തള്ളിക്കളഞ്ഞ് ഞങ്ങളെ വിശ്വാസത്തിലെടുത്തത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? വർത്തമാനകാലത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. വർത്തമാനകാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് മൂർത്തമായി പരിശോധിക്കേണ്ടി വരും. ആ പരിശോധനയിലാണ് കേരളീയ സമൂഹം ചിന്തിക്കുന്നത് ഇത്തരം മതമൗലിക നിലപാടുകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ വാദം തന്നെ, ഈ കുഞ്ഞാലിക്കുട്ടി അമീർ ഹസൻ ഇതേ വാദം, കുഞ്ഞാലിക്കുട്ടി തിരികെ വരുന്നു, മുസ്ലിം ലീഗ് UDF നിയന്ത്രിക്കുന്നു തുടങ്ങിയ CPM-ന്റെ ഇതേ വാദം തന്നെ ഒരു പ്രമുഖ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ വർഗീയ പ്രചാരണമായി ഓടുകയാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ്? ഇവിടെ മുമ്പ് ഈ ഷഫീഖ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ നോക്കൂ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേൽ വരുന്നു മുഖ്യമന്ത്രിയാവാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയ ആഹ്വാനം എന്ന അതേ ചോദ്യമുണ്ടല്ലോ, ഒരു നിഷ്കളങ്ക ചോദ്യം. മുസ്ലിം ലീഗിനെ പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുമ്പോഴും ഈ അഹമ്മദ് പട്ടേലിനെ പറയുമ്പോൾ അതെങ്ങനെയാണ് വർഗീയമാവുക എന്ന് BJP ചോദിക്കുന്നതും ഒരുപോലെയാകില്ലേ ശ്രീ ഷിജു ഖാൻ? അതെങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുക? അജിംസേ, ആ താരതമ്യപ്പെടുത്തൽ പോലും അങ്ങേയറ്റം അസംബന്ധമാണ്. അജിംസിന്റെ ആ താരതമ്യപ്പെടുത്തൽ പോലും അസംബന്ധമാണ്. മുസ്ലിം ലീഗിനും സമാനമായി എന്താണുള്ളത്? ഒരു LKG ക്ലാസ് ക്വസ്റ്റ്യൻ ആണ്. അഹമ്മദ് പട്ടേലിനും മുസ്ലിം ലീഗിനും സമാനമായി എന്താണുള്ളത്? അവിടെയുണ്ട് അതിന്റെ ഉത്തരം. അല്ല അജിംസെ, നിങ്ങളിത് എന്താണ് അജിംസെ? എനിക്ക് മറുപടി പറയാൻ സമയം തരൂ, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും അങ്ങക്ക് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന അങ്ങ് ഇപ്പൊ 3 പേരുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കീജൈ വിളിക്കുക 3 പേരുണ്ട്. അങ്ങ് കൂടി അതിൽ ചേരേണ്ടതില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്താ? കുഞ്ഞാലിക്കുട്ടി വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ജമാഅത്ത് ഇസ്ലാം ഇതെല്ലാം എനിക്ക് സമയം അങ്ങ് അനുവദിക്കുന്നില്ലെങ്കിൽ ഇഷ്ടമെങ്കിൽ ഷിജു ഖാനെ പറയാൻ ഞാൻ പറഞ്ഞു മാത്യു കുഴൽനാടനിലേക്ക് കുറെ നേരമായി നോക്കിക്കും. അജിംസെ, മാത്യു കുഴൽനാടനിലേക്ക് പോകാം. ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ ചുമ്മാ തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ഞങ്ങൾ ആര് കേരള രാഷ്ട്രീയത്തിൽ വരുന്നതിനോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ എന്ന് പറഞ്ഞ് ഡൽഹി പോയ ആളുകൾ ഇപ്പോൾ എല്ലാം മടക്കി കുത്തി ഇപ്പോൾ ഇവിടെ വരുന്നതിനോ ഒന്നും ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ. കേരളത്തിലെ ഇന്ത്യയിലെ CPIM-ന്റെ സമുന്നത നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന കേരളത്തിന്റെ മുമ്പിലുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് എന്താ പേടി? കുഞ്ഞാലിക്കുട്ടി വരുന്നതിനോ മറ്റാരെങ്കിലും വരുന്നതിനോ ഞങ്ങൾക്ക് അവരൊക്കെ പ്രതിപക്ഷത്തിൽ ഉണ്ടാവുകയോ ഒന്നോ ചെയ്തോട്ടെ. കേരളത്തിലെ പ്രശ്നം എന്താ? ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിദണ്ഡമായ വാദവും ഞങ്ങൾ നിർത്തിയിട്ടില്ല. അത് അജിംസ് പറഞ്ഞതാ. ഞങ്ങളുടെ പ്രശ്നം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടിയാണോ? അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിം വിഭാഗവും മുസ്ലിം ലീഗും എല്ലാം അനർഹമായി എന്തൊക്കെയോ തട്ടിയെടുക്കുന്നെന്ന വാദം അവരുടെ സമുദായ നേതൃത്വം പരസ്യമായി ലേഖനം എഴുതുമ്പോൾ ഈ സർക്കാർ സ്വീകരിച്ച നിലപാടെന്താണ്? അതങ്ങനെ തന്നെയാണെന്നാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ 80-20% വീതം വയ്പ് അനീതിയാണ് എന്നാണ് അവരുടെ വാദം. അത് കൊണ്ടുവന്നത് നിങ്ങളാണ്. നിങ്ങൾ എന്ത് മറുപടിയാണ് അതിന് പറഞ്ഞത്? അജിംസേ, അത് നിങ്ങളുടെ തന്നെ ഒരു തന്ത്രപരമായ സമീപനമാണ്. എന്നെ ഒരു കാര്യം പോലും പൂർത്തീകരിക്കാൻ അങ്ങ് അനുവദിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഏതെങ്കിലും മതസംഘടനകൾ നടത്തുന്ന ചർച്ചയോ ആ മതസംഘടനകളുടെ നിലപാടിനോട് CPIM-ഉം ഗവൺമെൻറ്റും എന്ത് അഭിപ്രായം പറയണം എന്നുള്ളതോ ആ സാഹചര്യത്തിൽ വിശദീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കേരളത്തിൽ ഉയർന്നു വന്ന UDF, കോൺഗ്രസ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെടുത്ത സമീപനം അതിലെ അപകടങ്ങളിലേക്ക് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് ഞങ്ങളിപ്പോൾ പറഞ്ഞു. നാളെ മറ്റൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി അത് വിശദീകരിക്കും.
ആ വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളത് വിശദീകരിക്കും. അല്ലല്ല, ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ പാർട്ടി ശംസുദ്ദീന് വിശദീകരിക്കാത്ത മറുപടി ഒരു കാര്യം പറയുമ്പോഴാണ് താങ്കൾ അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അകാരണമായി ഇടപെട്ട്. ഈ പ്രചാരണത്തെ തുടർന്ന് കഴിഞ്ഞ പഞ്ചായത്ത് അല്ലല്ല, തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് അജിംസെ- ഒരു നിമിഷം ഷിജു ഖാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് ജസ്റ്റിസ് JB കോശി അല്ലല്ല, ഇത് കമ്മീഷൻ നിയോഗിച്ചു. അജിംസിന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഇത് അജിംസിന്റെ ഞാൻ ചോദ്യം താങ്കൾ മാത്രമേ ഉള്ളൂ. ചോദ്യമേ അല്ല, നിങ്ങൾക്ക് ഇതൊരു ചോദ്യമേ അല്ല, താങ്കൾ ചോദിക്കാൻ മാത്രമേ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ധൈര്യമുള്ളൂ. പഞ്ചായത്ത് നിങ്ങൾ മറുപടി തെരഞ്ഞെടുപ്പിൽ തൊട്ട് കേൾക്കാനുള്ള മുമ്പ് ധൈര്യം നിങ്ങൾ കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും താങ്കൾ തന്നെ പറയണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് അല്ല, നിങ്ങൾ- ഈ ആശങ്കകൾ ഉൾക്കൊള്ളുന്ന മതവിഭാഗത്തിന്റെ ആശങ്കകൾ പഠിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. പക്ഷെ അത് തുറന്നു പറയുന്നില്ല. താങ്കൾ പറയുമെന്ന് പറയുന്നില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിക്കെതിരായി ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ അതെന്നെ തടസ്സപ്പെടുത്തുന്നത്, അത് എനിക്ക് തോന്നുന്നത് അജിംസിന്റെ ജോലിക്ക് അവിടെ തുടരാൻ അങ്ങക്ക് ഒരു നിർബന്ധമുള്ളതായിരിക്കണം. എന്തോ ആവശ്യമുള്ളതായിരിക്കണം അങ്ങ് താങ്കളുടെ തടസ്സപ്പെടുത്തുന്നത്. പക്കലേക്കാണ് സമയം തരുന്നത്. ഞാൻ എക്സ്ട്രാ സമയം എടുക്കുകയാണ് താങ്കൾക്ക് വേണ്ടി. താങ്കൾ തന്നെ പറയണം. താങ്കൾ പറഞ്ഞോളൂ. ആർക്കെതിരെ? അല്ലല്ല, അജിംസെ, ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ അദ്ദേഹത്തിന് അജിംസെ, കൊടുത്തത്. ബഹുമാന്യനായ അല്ല അജിംസെ, അല്ല ബഹുമാന്യനായ ഷംസുദ്ദീൻ അജിംസെ, MLA നിങ്ങൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ അഭിപ്രായത്തോട് സമയം ഞാൻ കൊടുത്തത് ബഹുമാനത്തോടെ അദ്ദേഹത്തിനാ. അഭിപ്രായം അദ്ദേഹം പറയട്ടെ. പറയട്ടെ. അല്ലല്ല, ഷംസുദ്ദീൻ, ഷിജു ഖാൻ പറയാൻ അല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഒരു ജനാധിപത്യപരമായ ഞാനൊരു കാര്യം പറഞ്ഞോളൂ. ഇത് നിങ്ങൾ നിങ്ങൾ ഏറ്റവും മൂന്ന് കൂടുതൽ പേരും സമയം ഇടതുപക്ഷത്തിനെ കൊടുത്തത് കടന്നാക്രമിക്കുന്നു. എനിക്കിതിൽ കൂടുതൽ പോകാൻ കഴിയില്ല. ഷിജു ഖാൻ പൂർത്തിയാക്കും. എനിക്ക് മാത്യു കോഴിനാടിലേക്ക് പോകേണ്ടതുണ്ട്. ഷിജു ഖാൻ പൂർത്തിയാക്കൂ പ്ലീസ്. അല്ല, ഇത് നമ്മൾ കുറച്ചുകൂടെ മര്യാദയോടുകൂടി ജനാധിപത്യ ചർച്ചകൾ നടത്തണം. ഷംസുദ്ദീന്റെ അഭിപ്രായത്തോട് ഞാൻ പ്രതികരിക്കാം. ഷംസുദ്ദീൻ പറഞ്ഞത് ഇടതുപക്ഷം ചരിത്രം പരിശോധിക്കണം. ഷംസുദ്ദീൻ MLA കയ്യിൽ നിന്ന് ചരിത്രം പഠിക്കേണ്ട ദുരവസ്ഥ കേരളത്തിലെ ഇടതുപക്ഷത്തിനില്ല. മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പിൽ പോലും പങ്കെടുക്കാനുള്ള മര്യാദ കാണിച്ചില്ലല്ലോ. ആ വോട്ടെടുപ്പ് സമയത്ത് എവിടെ പോയി? പിന്നെ പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷം അവിടെ സൈലന്റ് ആണ്. ഇടതുപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ് രാജ്യത്ത്. ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്തു. ഗുജറാത്ത് അതിക്രമ സമയത്ത് നിലപാടെടുത്തു. ഒറീസ വേട്ട സമയത്ത് ഇടതുപക്ഷം നിലപാടെടുത്തു. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് മതത്തെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. മതം അധികാരത്തിന്റെ കൂടാരത്തിലേക്ക് സമയം അതിക്രമിച്ചു. അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മുസ്ലിങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ അല്ല. കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ഇപ്പോൾ തന്നെ സമയാധികമായി. ശ്രീ മാത്യു കോഴിനാട്, ഇവിടെ ഇന്ന് ഡോക്ടർ ഷിജു ഖാന്റെ പ്രതികരണം, അതുപോലെ ഇന്ന് വൈകുന്നേരം വിജയരാഘവന്റെ വാർത്താ സമ്മേളനം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അതായത് ഇതേ അജണ്ട, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ കുറെ കൂടി തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് LDF-ന് ലക്ഷ്യമുണ്ട്. നിങ്ങളെ എതിർക്കുക എന്നുള്ളതിനപ്പുറം തന്നെ അവർക്ക് വോട്ട് ബാങ്കിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. എവിടെ വോട്ട് കിട്ടും, ഏത് വോട്ട് കിട്ടിയാൽ ഏത് സീറ്റ് കിട്ടുമെന്ന് അവർ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ തന്ത്രം എന്താണ്? കോൺഗ്രസ് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുക. എവിടെ നിന്നാണോ നിങ്ങളുടെ വോട്ടുകൾ ഒലിച്ചു പോയത് അത് തടഞ്ഞു നിർത്തുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇല്ല, ഞാനേ കോൺഗ്രസിൻ്റെ കൺഫ്യൂഷനല്ല. ഞാൻ ഈ ചർച്ച ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ആത്മാർത്ഥമായി നമ്മൾക്ക് നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്കറിയില്ല ഇനിയിപ്പോൾ മറ്റ് പാനലിസ്റ്റുകൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. ഈ ലോകത്തെമ്പാടും സത്യത്തിൽ ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വികാരത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതങ്ങ് അമേരിക്കയിലെ ട്രംപിൻ്റെ സ്വരമാണെങ്കിലും അങ്ങ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരാണെങ്കിലും ഇസ്രായേലിൽ നിന്നുള്ള സ്വരമാണെങ്കിലും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സ്വരമാണെങ്കിലും ഇതേ സാധനമാണ്. സ്വാഭാവികമായിട്ടും അതിന് അത് കുറച്ചൊരു താഴെത്തട്ടിലേക്ക് വളരെ കാര്യമായി ഇറങ്ങി വന്നിട്ടുള്ള ഈ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും കൂട്ടരും അടക്കം അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നതിനുള്ള ഒരു ടൂളായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം അപകടത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളോടും ഉള്ള സമീപനം മൃദുവാകുന്നത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടല്ല ജിംസെ. ഇതുപോലുള്ള വർത്തമാനം പറയാൻ പറ്റില്ലാണ്ടല്ല. ഇവിടെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി തന്നെ അവർ തന്നെ പറഞ്ഞില്ലേ, കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളുമായി എത്രയോ വട്ടം ചർച്ച നടത്തിയിരിക്കുന്നു. അതൊരു കള്ളപ്രചരണമാണ്. അങ്ങയുടെ അനുവാദത്തോടെ ഒന്ന് ഇടപെട്ടോട്ടെ.
ഇവിടെ മാത്യു കുഴൽനാടൻ പറഞ്ഞതും അതിന്റെ ഫോട്ടോ ജമാഅത്തെ വന്നിട്ടുണ്ട്. ഇസ്ലാമിയുടെ നേതാവ് അറിയോ? പറഞ്ഞതും പച്ചക്കള്ളമാണ്. അല്ല, ഒരു അജിംസേ, ധാരണയുമില്ല, അജിംസേ, ഒരു സഖ്യവുമില്ല. ഇതിന്റെ ഞാനത് ഫോട്ടോ ആ വന്നിട്ടുണ്ട്. സമയത്ത് സൂചിപ്പിക്കേണ്ടതായിരുന്നു. അജിംസേ, ഒരു കൊടി ധാരണയുമില്ല. അത്തരം ചിത്രങ്ങൾ ധാരാളമായി പ്രചരിക്കുന്നുണ്ട്. മാത്യു തുടരൂ. മാത്യു പ്ലീസ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരു സഖ്യത്തിലും കേരളത്തിൽ 2015 ഏർപ്പെട്ടിരുന്നില്ല. അത് വെൽഫെയർ പാർട്ടി കള്ളപ്രചരണം, നുണപ്രചരണം പറയുന്നു. അതിനെ ഒരു ആധികാരികതയുമില്ലാതെ ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള മുതിർന്ന നേതാവ് റഫർ ചെയ്യുകയും ചെയ്യാണ്. ഇതിനോട് എനിക്ക് യോജിപ്പില്ല. ഇടതുപക്ഷത്തിന് ഇത്തരം അവിശുദ്ധ സഖ്യങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം. ശരി, ഞാൻ എൻ്റെ പ്രിയ മാത്യു തുടരൂ. ഇപ്പം നമ്മുടെ ചർച്ചയിൽ ആ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങ് ഇത്ര ആക്രോശം കൊള്ളുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഏറെ പറഞ്ഞത്? SDP വോട്ട് കണക്ക് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് പറയാൻ പറ്റും. വേണമെങ്കിൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയാം, പക്ഷേ തരാതരം പോലെ. പക്ഷേ അതിനേക്കാളൊക്കെ അപകടമുള്ളൊരു കാര്യം ഇവിടെ ഒന്ന്, ഈ മുസ്ലിം സമൂഹത്തെ കോർണർ ചെയ്യാനുള്ള ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുമായി ഇതിനെ എല്ലാം വിഴുങ്ങാൻ പാകത്തിന് രാജ്യത്ത് BJPയും RSS നിൽക്കുമ്പോൾ ആ RSSൻ്റെയും BJPയുടെയും അതേ സ്വരത്തിലും അതേ ഈണത്തിലും പിണറായി വിജയൻ സംസാരിക്കുകയാണ്. മലപ്പുറത്തെ കോർണർ ചെയ്യുകയാണ്, മുസ്ലിം ലീഗിനെ കോർണർ ചെയ്യുകയാണ്, മറ്റ് മുസ്ലിം സംഘടനകളെയും സമുദായങ്ങളെയും കോർണർ ചെയ്യുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് പക്ഷേ ഞങ്ങൾ കോൺഗ്രസ് പലപ്പോഴും പല കാര്യങ്ങളോടും അതിഷാർപ്പായ അഭിപ്രായം പറയാത്തത് അതുണ്ടാക്കാൻ പോകുന്ന മുറിവിൻ്റെ ആഴം, അതുണ്ടാക്കാൻ പോകുന്ന വിപത്തിൻ്റെ വ്യാപ്തി നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അജിംസെ. അല്ലാതെ ഞങ്ങൾക്കും പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാം. ഇപ്പം ഈ ചർച്ചയിൽ എനിക്ക് വേണമെങ്കിൽ പറയാൻ പാടില്ലേ? എത്രയോ കാര്യങ്ങൾ ഇവർ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്. നേരത്തെ CPMൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയുടെ ഡോമിനേഷനാണ് UDFൽ എന്നതായിരുന്നു. BJP പറയുന്ന അതേ ഭാഷ അത് തന്നെയാണ് ഇതിനു മുമ്പ് അച്യുതാനന്ദൻ പറഞ്ഞത്. മലപ്പുറത്ത് റാങ്ക് കിട്ടിയപ്പോൾ അതിൻ്റെ പേരിൽ ആക്ഷേപിച്ചോ. ഞാനൊക്കെ കൊച്ചുകുട്ടിയായിരുന്നു, ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് എന്തൊരു അപമര്യാദയാണ്, എന്തൊരു വിവേകമില്ല. പക്ഷെ അല്ല, ദർ ഇസ് എ പൊളിറ്റിക്സ് ഇൻ ഇറ്റ്. കാലാകാലങ്ങളിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് വോട്ട് പിടിച്ചിരുന്ന CPM, കാലാകാലങ്ങളിൽ മൈനോറിറ്റി വിരുദ്ധത പറഞ്ഞ് രൂപത എന്ന് പറഞ്ഞാൽ അതിരൂപത എന്നാണെന്ന് പറഞ്ഞ് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച CPM, ബിഷപ്പുമാരെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച CPM അതേ നാക്കുകൊണ്ട് മാറ്റി പറയാണ്. SDPAയെ ഒരുപാട് പ്രദേശങ്ങളിൽ ജയിപ്പിച്ചിട്ട് SDPAയുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നിട്ട് വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തി വെൽഫെയർ പാർട്ടിയുടെ സഹായം വാങ്ങിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ പച്ചക്കള്ളം പറയല്ലേ, ഒരു മടിയുമില്ലാതെ. അത് CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുതൽ താഴെ വരെ. ഇതാണ് CPMൻ്റെ രാഷ്ട്രീയ തന്ത്രമെന്നും ഞാൻ പറഞ്ഞ ഇതേ ആരോപണം നിങ്ങൾക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് UDFന്റെ വോട്ടുകൾ പോയി. മുമ്പ് നേമത്തും ഇതേ ആരോപണം നിങ്ങൾക്കെതിരെ ഉയർന്നിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നടക്കുന്ന ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മുസ്ലിം വിരുദ്ധ പ്രചാരണം, ആ പ്രചാരണത്തോട് UDF ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന നിലയിൽ, കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും പ്രധാനമാണ്. കാരണം ഞാൻ തന്നെ താങ്കളുടെ മുമ്പ് ചൂണ്ടിക്കാട്ടി, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവരുടെ കൺസേൺ, അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നു. എങ്കിൽ ആ പ്രചാരണങ്ങൾ ശരിയാണ് എന്നാണോ UDFും പറയുന്നത്? അല്ലെങ്കിൽ ആ ഒരു കമ്മീഷനെയും അതിൻ്റെ ടൈംസ് ഓഫ് റെഫറൻസിനെയും നിങ്ങളും പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം പറയാം ജിംസെ. ലെറ്റ്സ് ബി വെരി ഓണസ്റ്റ്. നമുക്ക് സത്യസന്ധമായി ഇതായിരിക്കാം. ക്രൈസ്തവ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെ ഒരു വികാരം ഉണ്ടായി എന്ന് ഞാൻ പറയും. പക്ഷെ ഉണ്ടാക്കിക്കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ പരിശ്രമം ഉണ്ട്. ദാറ്റ് ഈസ് ഗെയിനിങ് മൊമെൻറ്റം. നമ്മളത് നിശ്ചയിച്ചിട്ട് കാര്യം. ഇറ്റ്സ് എ ഫാക്ട്. അതാണ് ഇവിടുത്തെ അപകടം. ഞാൻ പറഞ്ഞില്ല, അതിന് ഇന്ധനം പകരുകയാണ് ഇവർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഏത് ചേരില്ലാന്നറിയില്ല, എന്താണ് ചോദ്യം? കുഞ്ഞാലിക്കുട്ടി ബിഷപ്പുമാരെ കാണാൻ വന്നു. കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടുത്തെ കാര്യം മുഴുവൻ തീരുമാനിക്കും. കുഞ്ഞാലിക്കുട്ടി ബിഷപ്പിനെ കണ്ടാൽ എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ഒരു ക്രൈസ്തവ ബിഷപ്പിനെ കണ്ടാൽ ഇവിടെ എന്താണ് പോകുന്നത്? വെള്ളാപ്പള്ളിയുടെ ഇതെല്ലാം ഒരേ ദിശയിലേക്കാണ്. ഒരു സമൂഹത്തെ കോർണർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് അതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കി. കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം അത് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അത് CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അത് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അത് RSSൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അത് ഈവൻ ഇടതുപക്ഷ പുരോഗമന നേതാക്കന്മാരെന്ന് പറയുന്നവരടക്കം ഒരു സമുദായത്തെ കോർണർ ചെയ്യാണ്.
അതിനെതിരെ തിരിച്ച് നമ്മൾ അറ്റാക്ക് ഇപ്പോൾ അജിംസും പറയുന്നത് എന്താ, കോൺഗ്രസോ UDF അതിനെ തിരിച്ച് ഇറങ്ങി അറ്റാക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവരാഗ്രഹിക്കുന്ന BJP CPM ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്. പൊളിറ്റിക്സിൽ ഇമോഷണലായിട്ടുള്ള ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു സംവരണം സംബന്ധിച്ച വിഷയം ഈ രാജ്യത്ത് കോടതിയുടെ മുമ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായത് എന്താണെന്നറിയോ ഷിജു ഖാൻ? എന്താണെന്നറിയോ? കോടതിക്ക് ഈ കാര്യം തീരുമാനം. കാരണം എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സീറ്റിൻ്റെ 50% റിസർവേഷൻ എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾ 100 സീറ്റ് ഉള്ളിടത്ത് 110 സീറ്റാക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 55 സീറ്റിൻ്റെ അവകാശമുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റുമോ? അതിനുള്ള മറുപടി CPM-ൻ്റെ കയ്യിലുണ്ടോ? അതിനുള്ള മറുപടി ആരുടെയും കയ്യിലുണ്ടോ? ദർ ഈസ് എ കൺഫ്യൂഷൻ. ഇത് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമില്ല. അതാണ് പറഞ്ഞത് കോൺഗ്രസ് അടക്കം പറയുന്നത്. അത് നടപ്പിലാക്കിയ രീതിയിൽ അത് പറയുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ അകത്ത് ഒരു വർഗീയതയും അതിൻ്റെ അകത്ത് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളും തിരികെ കയറ്റുകയാണ്. ദിസ് ഈസ് വെരി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാനൊരു കാര്യം പറയുന്നു, ഈ സംയമനത്തോടുകൂടി ഈ കേരളത്തിൽ പ്രതിപക്ഷത്തെ BJP-യെ പ്രതിപക്ഷമാക്കാൻ നടത്തുന്ന ഈ പരിശ്രമം, CPM നടത്തുന്ന പരിശ്രമം, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നടത്തുന്ന പരിശ്രമം, ഇത് നേരത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് ഇതിനോട് മുസ്ലിം സമുദായം പ്രതികരിച്ചില്ല എങ്കിൽ കനത്ത വില നൽകേണ്ടി വരും. അത് വെൽഫെയർ പാർട്ടി ആണെങ്കിലും, അത് SDP ആണെങ്കിലും, അത് മുസ്ലിം ലീഗ് ആണെങ്കിലും, അത് സമസ്തയാണെങ്കിലും, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, ആരാണെങ്കിലും കൊള്ളാം. ഈ കേരളത്തിൽ ഒരു പ്രചാരണമുണ്ടല്ലോ, ഇത് രാഷ്ട്രീയ പ്രചാരണത്തിനുപരി ഒരു നിമിഷം മാത്രമല്ല ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഷിജു ഖാൻ വരാൻ താങ്കൾ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം മാത്യു കുഴൽനാടൻ എടുത്ത ഈ സമീപനം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്തോ കനത്ത മറുപടി കൊടുക്കണമെന്ന വർഗീയമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ആഹ്വാനമാണ് ഇവിടെ മാത്യു കുഴൽനാടൻ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ചൂണ്ടി ഞങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ആണ് എന്ന് വരുത്താൻ നടത്തുന്ന ഈ നാണം കെട്ട ഈ നാലാംകിട കളിയുണ്ടല്ലോ മാത്യു കുഴൽനാടൻ, അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല കെ ഷഫീഖ്. നോക്കൂ, നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നമല്ല കെ ഷഫീഖിന്റെ പ്രശ്നം. ഇത് കൈവിട്ടു പോവുകയാണ്. അതായത് രാഷ്ട്രീയമായി പരസ്പരം വിമർശിക്കുക, രാഷ്ട്രീയമായി എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പാർശ്വാഘാതങ്ങൾ, സൈഡ് എഫക്ട്സ് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ കേരളം ഇതുവരെ ദർശിക്കാത്ത ഒരു ധ്രുവീകരണത്തിലേക്ക് പോവുകയാണ് എന്ന കാര്യത്തിൽ സാമാന്യ എഴുത്തും അതിനുള്ള ആർക്കും സംശയമില്ല. കാരണം ഇത് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടമാണ്, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. ഓരോ വ്യക്തികളിലേക്കും നുണകൾ, ഈ തരത്തിലുള്ള വിഷലിപ്തമായ നുണകൾ പരക്കുന്ന കാലമാണ്. അതിനെ സർക്കാരിനോ ഭരണകൂടങ്ങൾക്കോ പോലും തടയാൻ കഴിയാത്ത കാലമാണ്. നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ മറുവശത്ത് വർഗീയത പടരുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ഷഫീഖ്. തീർച്ചയായും ഞാൻ ഷിജു ഖാനോട് പറയാനുള്ളത്, ഷിജു, എന്റെയും നിങ്ങളുടെയും കാലം മാത്രമല്ല, നമ്മുടെയൊക്കെ മക്കൾക്ക് കൂടി ജീവിക്കേണ്ട ഒരു നാടാണ് കേരളം. ആ കേരളത്തെ നിങ്ങൾ BJP-യുടെയും സംഘപരിവാറിന്റെയും ഒരു വിഹാര കേന്ദ്രമാക്കി മാറ്റാൻ നിങ്ങൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ശ്രമിക്കരുത്. പിണറായി വിജയന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹത്തിന് ഷിജുവിനെ പോലെയുള്ള നേതാക്കന്മാർ ഇങ്ങനെ ആശയങ്ങളും ആദർശങ്ങളും കൈവിടിഞ്ഞ് വഴങ്ങി വിധേയരായി നിൽക്കരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ട് നുണ ആവർത്തിച്ചു പറഞ്ഞാൽ ഒരു സത്യമായി തീരുമെന്ന ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ അത് ആത്യന്തിക സത്യത്തിന്റെ വിജയമാണെന്ന് ഏത് കാലത്താണ് ഇടതുപക്ഷം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ BJP-യുടെയും സംഘപരിവാറിന്റെയും വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടി വരിക? ഷിജു, നിങ്ങളുടെ നേതാവ് കോടിയേരി ബാലകൃഷ്ണനുമായി മുഖാമുഖം ഇരുന്ന് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ. കോടിയേരി ബാലകൃഷ്ണന്റെ AKG സെന്ററിന്റെ ഓപ്പോസിറ്റുള്ള ഫ്ളാറ്റിൽ അദ്ദേഹവുമായി ഇന്ന് സംസാരിച്ചത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2015 ധാരണയുണ്ടാക്കിയത്. ഞാനിത് ഒരുപാട് തവണ വിശദീകരിച്ചതാണ്. ഷിജുവിന് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ധാരണകൾ ഉണ്ടായത്. ഷിജു, പച്ചക്കള്ളം. നിങ്ങൾ എവിടെയാ മത്സരിച്ചത്? ഞങ്ങൾ മത്സരിച്ചിടത്ത് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ടോ? CPM-ന് സ്ഥാനാർത്ഥിയുണ്ടോ? ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയുണ്ടോ? അവിടുത്തെ CPM-കാർ ആർക്കാ വോട്ട് ചെയ്തത്?
ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ നിർദ്ദേശം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നത് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഈ കളവാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കളവ് പറയുന്നതിൽ BJP-യോട് മത്സരിക്കുക. നിങ്ങൾ ഇപ്പോൾ BJP-യോട് പല കാര്യത്തിലും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപകടകരമാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹാർമണിയെ നിങ്ങൾ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചരിത്രത്തിൽ നിങ്ങൾ പൊറുക്കാൻ കഴിയാത്ത പാപമാണ്. കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിജു ഖാനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ നേതാവ് നിങ്ങൾ ഒരു പക്ഷേ ഈ ഉയർത്തുന്ന ചർച്ച ഇത് തുടർന്നാൽ ഒരുപക്ഷെ ഈ ധ്രുവീകരണം കൂടുകയാണ് ചെയ്യുക. ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയമായിരിക്കാം, പക്ഷേ അതിൻ്റെ ആഘാതം സാമുദായികവും വർഗീയവുമാണ്. ഇത്തരം ചർച്ചകൾ തന്നെ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ആരോ ഉണ്ട് എന്ന് തോന്നിപ്പോവുകയാണ് ഇതിൻ്റെ ഒരു ഫലം കാണുമ്പോൾ. ശംസുദ്ദീൻ, നിങ്ങൾക്ക് UDF-ന്, മുസ്ലിം ലീഗിന്, കോൺഗ്രസിന് ഇതെങ്ങനെ തടയാൻ കഴിയും? അല്ല, ഇത് വളരെ വ്യക്തമാണല്ലോ. ഇത്തരം ഒരു ചർച്ച സജീവമാകണമെന്നും ആ ചർച്ചയിലൂടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത്രയേ ഉള്ളൂ, അതിൻ്റെ തുടർന്നുള്ള ആഘാതങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും അവർ കാണുന്നില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭം ഞങ്ങൾക്കാണ് എന്നതുകൊണ്ടാണ് വിജയരാഘവൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടി കാണണം. മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി വരികയാണ്. അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിൻ്റെ ഒരു പ്രതിനിധിയായിട്ടല്ലേ വരുന്നത്? അതിന് ഇവർക്ക് എന്തിനാണ് ഇത്ര വലിയ രോഷം ആ കാര്യത്തിൽ? കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സെക്യുലർ ഫ്രെയിമിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. 3-4 തവണ കേരളത്തിൻ്റെ ക്യാബിനറ്റിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കൊപ്പം 2ാം നമ്പറായി അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. ഒരു ജനവിഭാഗത്തിനും ആ കാര്യത്തിൽ ഒരു ആശങ്കയില്ല. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒരു കാടളക്കി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയതുകൊണ്ടുമല്ല. അവരിവിടെ ലീഗിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അസനും അമീറും കുഞ്ഞാലിക്കുട്ടിയും ഭരിക്കാൻ പോകുന്നു. UDF-ൻ്റെ കൺവീനർ എവിടെയാണ് ഭരിക്കാൻ വരിക? അപ്പോൾ ഇപ്പോൾ UDF-ൻ്റെ കൺവീനർ ഒരു മുസ്ലിമായത് അതുപോലും വർഗീയമായി ഉപയോഗപ്പെടുത്തുന്ന CPM-ൻ്റെ ദുഷ്ടലാക്ക് എത്ര വലുതാണ്. ഇവരെല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. അധികാരമാണ് ഇവർക്ക് പ്രശ്നം. ആ അധികാരത്തിന് വേണ്ടി എന്തും ഇവർ പ്രയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമം. ഇവിടെ നേരത്തെ മാത്യു പറഞ്ഞ പോലെ എല്ലാത്തിനും അതേപോലെ മറുപടി പറയേണ്ടി സമൂഹത്തിൽ നടത്തുന്ന പ്രചാരണങ്ങൾ, സമൂഹത്തിനിടയിൽ സമൂഹങ്ങൾക്കിടയിൽ ഇത്തരം നടക്കുന്ന പ്രചാരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? നിങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കും. കേരളത്തിലെ മതേതര വിശ്വാസികളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും. ഒന്ന് അജിം സാഹിബ് ഞാൻ വ്യക്തമാക്കാം. ഇവിടെ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞ വാദങ്ങൾ പലതും അശ്ലീലവും അസംബന്ധവുമാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന അശ്ലീലമാണ് ഇവിടെ പറഞ്ഞത്. ഏതെങ്കിലും മുന്നണിയുടെ ഒരു കൺവീനർ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വ്യത്യസ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ ഷംസുദ്ദീൻ MLA അങ്ങയോടുള്ള സർവ്വ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, അങ്ങ് പറയുന്നത് അശ്ലീലമായ ഒരു വാദഗതിയാണ്. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ടല്ലോ. ന്യൂനപക്ഷങ്ങളെ കോർണർ ചെയ്യുന്നു. ആരാണ് ഇത്തരം നട്ടാൽ കുരിക്കാത്ത നുണകൾ? ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് അടുത്തിരിക്കാൻ തന്നെ പ്രയാസം തോന്നുകയാണ്. കാരണം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കോർണർ ചെയ്യുന്നത് ആരാ? അത് രാജ്യത്തെ സംഘപരിവാരാ. അതിനെതിരെ ശബ്ദിക്കാൻ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിസ്സഹായ അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും BJP-യുടെ കൂടാരത്തിലേക്ക്, റിസോർട്ടുകളിലേക്കാണ്. അവർക്ക് പിന്നീട് BJP-ക്ക് കീഴടങ്ങുകയാണ്. 100-ലധികം MLA-മാർ, MP-മാർ, മുൻ AICC-യുടെ ജനറൽ സെക്രട്ടറിമാർ, കേന്ദ്രമന്ത്രിമാർ BJP-യുടെ കൂടാരത്തിലെത്തി. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംരക്ഷണം എന്ന നിലയിൽ മാത്യു കുഴൽനാടൻ വാദം ഉയർത്തുന്നത്. ഇതൊന്നും കേരളത്തെ പറഞ്ഞ് പറ്റിക്കരുതേ മാത്യു കുഴൽനാട. ഇനി 3-ാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുവ്യക്തമായി പറഞ്ഞ കാര്യം എന്താ? കുഞ്ഞാലിക്കുട്ടി വരുന്നത് കൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മിന്നുന്ന വിജയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. UDF-നെ നയിക്കുന്ന മുസ്ലിം ലീഗാണ്. അത് കുഞ്ഞാലിക്കുട്ടിയാണ് നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന ഫോർമുലയൊക്കെ ഇറക്കി. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ലേ ഷിജു ഖാൻ ഉണ്ടായത്. ശ്രീ കുഞ്ഞാലിക്കുട്ടി ആയാലും ശ്രീ രമേശ് ചെന്നിത്തല ആയാലും ശ്രീ ഉമ്മൻചാണ്ടി ആയാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവരെ ആരെയും ഒരു ഭയവുമില്ല.
ഞങ്ങൾ നിർഭയരായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3, അജിംസെ അങ്ങയുടെ ഒരു തെറ്റിദ്ധാരണ കൂടി ഞാൻ നീക്കിത്തരാം. അങ്ങ് പറഞ്ഞല്ലോ മതധ്രുവീകരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അത് ഉണ്ടാക്കുന്നത് ആരാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ചേർന്ന് ലീഗ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് BJP. ഞങ്ങൾ അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ അജിംസ് അത് മാത്രം ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്നാണ്. അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് എന്നാണ് ചോദിച്ചത്. സർക്കാർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. സർക്കാർ ആ കൺസേൺ പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ അതുണ്ടോ? നിങ്ങൾ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്നാണ് എന്റെ ചോദ്യം. ചോദിച്ചോളൂ. ബിജെപിയോട് CPM സ്വീകരിക്കുന്ന ലൈൻ എന്താണെന്ന് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. ഏത് തരം വർഗീയമായിട്ടുള്ള പ്രചരണങ്ങളെയും ഞങ്ങൾ ശക്തമായി, അത് തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തെ മുൻനിർത്തിയല്ല ഞങ്ങളുടെ നിലപാട് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നിലപാട് ലേഖനം എഴുതിയത് കൊണ്ടല്ല കമ്മീഷൻ നിയോഗിച്ചത്. ഷിജു ഖാൻ, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഈ ഒരു ലേഖനം, ആ ലേഖനമാണ് വർഗീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ലേഖനം എഴുതിയത് കൊണ്ടല്ല കമ്മീഷൻ നിയോഗിച്ചത്. അങ്ങനെയാണോ? അല്ല, അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശരി, തുടർന്ന് ചർച്ച ചെയ്യാം. വളരെ നന്ദി ഡോക്ടർ ഷിജു ഖാൻ, ശംസുദ്ദീൻ, മാത്യു കുഴൽനാടൻ, കെ ഷഫീഖ് ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. ഒരിടവേള.